അങ്ങേക്കാൾ വേറെയൊന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങനിക്കായി ചെയ്തതും അങ്ങനിക്കായി ചെയ്തതും അങ്ങനിക്കായി ചെയ്തതും അങ്ങനിക്കായി ചെയ്തതും ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളോ അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വരയാഗമായോനേ. ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വരയാഗമായോനേ. ആദ്യനും അന്ത്യനുമായോനേ, ജീവൻ ഉറവിടമായോനേ, ഞാനോ നിത്യം ജീവിപ്പാൻ സ്വരയാഗമായോനേ. ആദ്യനും അന്ത്യനുമായ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. കർത്താവിൻ്റെ കൃപയാൽ കഴിഞ്ഞ ദിവസം സൗമേൽ ബ്രദറും എൽസി സിസ്റ്ററും ഞങ്ങളുടെ മാതാപിതാക്കൾ അവർ UK പറഞ്ഞു. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു, പെട്ടെന്നാണ് ടിക്കറ്റ് വന്നത്. അവർക്ക് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ കയറി പോകേണ്ടതായിട്ട് വന്നു. യൂറോപ്പിലെത്തി, വളരെ സന്തോഷമായിട്ട് അവിടെ ഇരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും കണ്ടൊരു യാത്ര പറഞ്ഞിട്ട് അവർക്ക് ഇത്തവണ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സാവകാശം ഉണ്ടായില്ല. വളരെ പെട്ടെന്ന് പോയി. നിങ്ങളോട് ആ കാര്യം ഞാൻ അറിയിക്കട്ടെ. രണ്ടാമതായി, ഈ ദിനങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ആരോ ഒരാൾ സഭയ്ക്ക് വേണ്ടി കുറച്ച് സ്ഥലം എഴുതി തരുന്നതായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, പബ്ലിക്കിൽ എന്നെ കേൾക്കുന്നവരോടും ഇന്ന് ചർച്ചിലായിരിക്കുന്നവരോടും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അപ്രകാരം നിങ്ങളുടെ ലാൻഡ് മിനിസ്ട്രിക്ക് വേണ്ടി എഴുതി തരാൻ ഒരു പ്രേരണ കിട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കാര്യം ചെയ്തു കൊള്ളുക. കാരണം ദൈവത്തിൻ്റെ സമയമായിരിക്കുന്നു. കർത്താവ് എന്നോടത് വളരെ സ്പഷ്ടമായിട്ട് സംസാരിച്ചിരിക്കുന്നതിനാലാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. വേഗം ആധാരം ദൈവം ചെയ്യാനുള്ള ക്രമീകരണം ഒരുക്കുന്നുവെന്ന്. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് പകൽ ഒരുമിച്ച് അല്പനേരം നാം ദൈവത്തിൻ്റെ പരിശുദ്ധമായ വചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പോകുകയാണ്. ഈ ദൈവിക ദൂതിനകത്ത് നമുക്ക് അല്പനേരം ധ്യാനപൂർവമായിരുന്ന ശേഷം കർത്താവിൻ്റെ തിരുമേശയിലേക്ക് കടന്ന് പ്രാർത്ഥനയോടെ നമുക്കിന്ന് പകൽ പിരിയാം. ദൈവത്തിൻ്റെ വിടുതലുകളും അനുഗ്രഹങ്ങളും ഇനിയും നമ്മുടെ മേൽ ചൊരിയപ്പെടാൻ പോവുകയാണ്. ലോകരാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളോടുകൂടെ ലൈവിൽ കർത്താവിനെ സ്നേഹിക്കുക, ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, സഭയുടെ ഭാഗമായിരിക്കുന്ന കർത്താവിൻ്റെ പൊന്നോമനകൾ, കൂത്താട്ടക്കുളത്ത് ഞങ്ങളോടുകൂടെ ദൈവവചനം കേൾക്കുവാനായിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ, ഇവിടെയുള്ള ദൈവമക്കൾ, കർത്താവിൻ്റെ ദാസന്മാർ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടെ ഇന്നത്തെ ദൈവാലോചനയിലേക്ക് പ്രാർത്ഥനാപൂർവം ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന ഒരു ആത്മീക രഹസ്യം നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ദൈവകൃപയിൽ ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നത്. അതിന് ആധാരമായി നാം വായിക്കാൻ പോകുന്നത് എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 30-ാമത്തെ വിശുദ്ധ വചനമാണ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം വായിച്ചാട്ടെ. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. നാം അവൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അല്ലോ. ബാക്കി അതു നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. വായിക്കേ. ഇരുവരും ഒരു ദേഹമായി തീരും. ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ച് അത്രേ പറയുന്നത്. ആമേൻ. മതി. നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അല്ലോ. യേശുവിനെ സഭയെയും പരിശുദ്ധാത്മാവ് എടുത്തു കാണിച്ചിട്ട് പറയുന്നു, സഭയ്ക്കും ക്രിസ്തുവിനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇതിൻ്റെ താഴേക്കുള്ള വചനം പറയുന്നു, ആ ബന്ധം വെറും ഒരു ബന്ധമല്ല, അത് ഭാര്യ ഭർതൃ ബന്ധമാണ്. ഒരു സ്തോത്രം പറയണം. ഈ ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ബന്ധം ദാമ്പത്യ ബന്ധമാണ്.
ദൈവം വേർപിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അതുകൊണ്ടാണ്. കാരണം അത് പവർഫുള്ളാണ്. അതുകൊണ്ടാണ് അപ്പനും മകനും തമ്മിലുള്ള ബന്ധം മാറും, അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം മാറും. പക്ഷേ ദാമ്പത്യ ബന്ധത്തിന് പവർഫുള്ളാണ്. അത് പവറാണ്. കാരണം അത് ഈ നിലയിലുള്ള ഒരു മാർമികത അതിനകത്ത് അടങ്ങിക്കിടക്കുന്നു എന്ന് കരുതി സമാധാനത്തിന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ കൂടെ ജീവിക്കുന്ന ഒരാൾ അതിമാരകമാം വിധം ടോർച്ചർ ചെയ്യുകയും ജീവിക്കാൻ പോലും സമ്മതിക്കാത്ത വിധത്തിൽ ഏത് നരകദണ്ഡനം നടത്തുകയും ചെയ്യുമ്പോൾ, മോളെ വിവാഹമോചനം ചെയ്യരുത്, കുഞ്ഞെ അവിടെ സഹിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് കുഞ്ഞുങ്ങൾ കെട്ടിഞ്ഞാന്ന് ജാകുന്ന ഗതികേട് വരുത്തി വെക്കരുത്. ആ വേദഭാഗത്തിൽ പരിശുദ്ധാത്മാവ് ദാമ്പത്യ ജീവിതത്തിൻ്റെ നിഷ്ഠയെക്കുറിച്ച് പറയുമ്പോഴും കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നത് ദൈവം നമ്മളെ സമാധാനത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഫാമിലി ലൈഫിൽ സമാധാനമാണ് ഏറ്റവും വലിയത്. ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവരും കേൾക്കണം. ഭാര്യ ഭർത്താവിന് സമാധാനം കൊടുക്കണം, ഭർത്താവ് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കണം. സമാധാനമുണ്ടെങ്കിലേ അത് കുടുംബമാകുകയുള്ളൂ. ഒരു സ്തോത്രം പറയണം. ഇല്ലെങ്കിൽ അത് ഭൂമിയിലെ ഏറ്റവും വലിയ നരകമായിരിക്കും. ഈ നരകമാകാതെ ഇത് മുന്നോട്ട് പോകണമെങ്കിൽ അതിനകത്ത് പരസ്പര സ്നേഹം വേണം, വിശ്വാസം വേണം, അംഗീകാരം വേണം. ചേർന്ന് യേശുവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ, സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ആനന്ദകരമാകട്ടെ. നമ്മുടെ ദാമ്പത്യ ബന്ധങ്ങൾ ക്രിസ്തു സഭയുടെ സമന്വയ ലയനമായി അതിൻ്റെ മാതൃകാ മുദ്രയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നാം യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ. രണ്ടാമതായി കർത്താവ് പറയുന്നു സഭയ്ക്കും ക്രിസ്തുവിനും തമ്മിലുള്ള ബന്ധം അത് ദാമ്പത്യ ബന്ധമാണ്. വീട്ടിലേക്കൊരു ഭാര്യ വരുന്നു, ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് വരുന്നു. സഹോദരിയുമായിട്ട് എനിക്ക് അമ്മയുടെ ഉദരത്തിൽ പിറന്നവളെന്ന നിലയിൽ സാഹോദര്യ ബന്ധമുണ്ട്. എനിക്ക് എൻ്റെ ചേട്ടത്തിയുമായിട്ട് ആ ബന്ധമുണ്ട്, എൻ്റെ അനിയനുമായി ആ ബന്ധമുണ്ട്, അനിയത്തിയുമായിട്ട് ആ ബന്ധമുണ്ട്, അപ്പനോട് ആ ഒരു പിതാവെന്ന ബന്ധമുണ്ട്, അമ്മയോടും ആ ബന്ധമുണ്ട്. പക്ഷേ ഭാര്യയോട് മാത്രം ഒരു രക്തബന്ധമില്ല. എന്നാൽ ഭൂമിയിലുള്ള ഏത് രക്തബന്ധത്തെക്കാളും ശക്തമേറിയ ബന്ധമായി ദൈവം ഭാര്യ ഭർതൃബന്ധത്തെ വിശേഷിപ്പിക്കുന്നു. കാരണം എല്ലാ രക്തബന്ധങ്ങളും ഉണ്ടാകുന്നത് അവളിൽ നിന്നാണ്. ഒരു സ്തോത്രം പറയണം. എല്ലാ രക്തബന്ധങ്ങളും ഉണ്ടാകുന്നത് അവളിൽ നിന്നാണ്. ചില കുടുംബങ്ങളിൽ ചില പിള്ളേർ കല്യാണം കഴിച്ചാലും അമ്മയാണ് വലുതെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കും, അപ്പനാണ് വലുതെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കും. സ്വന്തം ജീവിത പങ്കാളിക്ക് വില കൊടുക്കാത്തൊരു സമീപനം നടത്തിക്കൊണ്ട് ഇരിക്കാറുണ്ട്. ആ രീതി തികച്ചും തെറ്റാണ്. പിതാവിനെ പിതാവായി റെസ്പെക്റ്റ് ചെയ്യുക, മാതാവിനെ മാതാവായി റെസ്പെക്റ്റ് ചെയ്യുക. പക്ഷേ ഏറ്റവും കൂടുതൽ കരുതപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യേണ്ടയാൾ നിങ്ങളുടെ പാർട്ട്ണറാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ബൈബിളിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ഭാര്യയാണോ അമ്മയാണോ? ബൈബിളിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് അപ്പനാണോ ഹസ്ബൻഡാണോ? ഹലോ, ആരാണ് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത്? ബൈബിളിൽ ഹൗവ എന്ന സ്ത്രീ സൃഷ്ടിക്കപ്പെടുമ്പോൾ ദൈവം അവളെ ആദാമിൻ്റെ വൈഫായിട്ടാണ് സൃഷ്ടിച്ചത്. പിന്നീടാണ് അവൾ അമ്മയായത്. ദാറ്റ് മീൻസ് ബിബ്ലിക്കൽ ആസ്പെക്റ്റിൽ ഭാര്യയ്ക്കാണ് അമ്മയേക്കാൾ പ്രാധാന്യത. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ പിതാവിനേക്കാൾ കുടുംബത്തിൽ പ്രാധാന്യത ഭർത്താവിനാണ്. ഈ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ദൈവത്തോടൊപ്പം നടത്തുന്ന അസൈൻമെൻ്റാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പനും അമ്മയും ഒരാൾ തീരുന്നതിന് മുന്നവേ അവർ ഭാര്യ ഭർത്താക്കന്മാരായി തീരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അപ്പൻ അമ്മ ബന്ധമല്ല, പിന്നെയോ ഭാര്യ ഭർതൃബന്ധമാണ്. ദൈവം ആദാമിന് അമ്മയല്ല കൊടുത്തത്, ദൈവം ആദാമിന് വൈഫിനെയാണ് കൊടുത്തത്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവം ആദാമിന് വൈഫിനെ കൊടുത്തു. ഹൗവയ്ക്ക് ദൈവം കൊടുത്തത് ഒരു കുഞ്ഞിനെയല്ല, ഒരപ്പനെയോ അമ്മയോ അല്ല, ഹസ്ബൻഡിനെയാണ് കൊടുത്തത്. എന്താണ് ഇതിൻ്റെ മീനിങ്? നീ ഒരു ഹസ്ബൻഡാണോ? നിൻ്റെ ഭാര്യയ്ക്ക് നീ അപ്പനായിരിക്കണം, അമ്മയായിരിക്കണം. നീ ഒരു വൈഫാണോ? നിൻ്റെ ഹസ്ബൻഡിന് നീ നല്ല അമ്മയായിരിക്കണം, നല്ല ഭാര്യയായിരിക്കണം, നല്ല കൂട്ടുകാരിയായിരിക്കണം. ഈ ബന്ധങ്ങളെ എല്ലാം അലങ്കരിക്കാൻ തക്ക വിധം
ഭൂമിയിൽ സവിശേഷമായിരിക്കുന്ന ഒരു പദവി ഉണ്ടെങ്കിൽ അതിനെയാണ് ദാമ്പത്യം എന്ന് പറഞ്ഞ് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ആരാണ് നമ്മുടെ പാർട്ട്ണർ? മറ്റൊരാൾ അറപ്പോടെ ചെയ്യുന്ന കാര്യം നമുക്ക് വേണ്ടി സ്നേഹത്തോടെ ചെയ്തു തരുന്നയാൾ, മറ്റൊരാൾ വെറുക്കുന്ന കാര്യത്തെ ഇഷ്ടത്തോടുകൂടെ നമുക്ക് വേണ്ടി അനുവദിച്ചു തരുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ മരണം വരെയും നമ്മളോടുകൂടെ ചേർന്ന് നിൽക്കേണ്ടതാണ്. നമ്മുടെ ബന്ധങ്ങൾ പവിത്രമാകട്ടെ, നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പുകൾ ഏറ്റവും സ്ട്രോങ് ആകട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെ ദൈവം വളർത്തട്ടെ, അത് നിലനിൽക്കുമാറാകട്ടെ. അതിൻ്റെ അകത്തെ കിടപ്പറ, അതിനകത്തെ പ്രണയം, അതൊക്കെയും ദൈവ നിബിഡമായ അനുഗ്രഹങ്ങളുടെ സങ്കേതമായി തീരട്ടെ എന്ന് ഇന്ന് പുലരിയിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. ആദാമിന് ദൈവം ഒരു നല്ല ജീവിത പങ്കാളിയെ ചിട്ടപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലെ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, ആദാമിന് ദൈവം അത് ചെയ്യുവാൻ വേണ്ടി ദൈവം ആദ്യം ആദാമിനെ കൊണ്ടുപോയ കാര്യം ഉറക്കി എന്നുള്ളതാണ്. ആമേൻ. ഉറക്കം നല്ല ഒരു മയക്കത്തിലേക്ക് മാറിയാൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പുറത്തെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ ആഴ്ചയിലെ മെസ്സേജ് കേട്ടവരൊക്കെ ഒരു സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഇനി അതുമായിട്ട് ചേർന്ന് തന്നെ ഇതിനെ ഒന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മയക്കത്തിലൂടെ, നല്ലൊരു ഉറക്കത്തിലൂടെ നമ്മൾ ദൈവകരങ്ങളിൽ വിശ്രമിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്കായിട്ട് ദൈവം ചെയ്യും. ആമേൻ. ഞാൻ ഒരുപാട് അസ്വസ്ഥപ്പെട്ടിട്ട് വെള്ളം പോലെ വെട്ടിത്തിളയ്ക്കുമ്പോഴല്ല, ശാന്തമായ തണുപ്പിൽ ഞാനിങ്ങനെ ഒഴുകുന്ന വേളയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം. നമ്മളുടെ അതിതീവ്രമായിരിക്കുന്ന താപനിലയേക്കാൾ നമ്മളുടെ സാധാരണ നിലയിലുള്ള ആ റിലാക്സഡ് മൈൻഡ് സെറ്റാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥതകളില്ലാതെ, കടുംപിടുത്തങ്ങളില്ലാതെ, ഒരുപാട് ടെൻഷനൊന്നുമില്ലാതെ വളരെ കൂളായിട്ട് ദൈവകരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ചേർന്ന് രാമൻ പറയാമെങ്കിൽ ഒരു സന്തോഷമായിരുന്നു. ആദാമിനെ ദൈവം ഉറക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ അസ്ഥിയിൽ നിന്ന് ദൈവം ഒന്നിനെ പുറത്തെടുത്തിട്ട് അവനൊരു ജീവിത പങ്കാളിയെ രൂപപ്പെടുത്തി. ആമേൻ. ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നു, ആദാമിൻ്റെ വൈഫ് എവിടെ നിന്ന് വന്നു? അല്ലെങ്കിൽ ആദാമിൻ്റെ ഫാമിലി എവിടെ നിന്ന് വന്നു? അത് ആദാമിൽ നിന്ന് തന്നെ വന്നു. എവിടെ നിന്ന് വന്നു? ആദാമിൽ നിന്ന് തന്നെ വന്നു. പാസ്റ്റർ നിജു, അങ്ങേക്ക് വേണ്ടതൊന്നും പുറത്തുനിന്ന് വന്ന് കയറുന്നതല്ല. സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണ്ടതൊക്കെയും ദൈവം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല. ഓൾറെഡി നീ അതിൽ ഇൻബിൽഡാണ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിൽ തന്നെ ഇൻസ്റ്റാൾഡ് ആണ്. ആ ഫയലിനെ ഓപ്പൺ ചെയ്യുക എന്നത് മാത്രമാണ്. നിനക്ക് വേണ്ട ഫിനാൻസ് ദൈവം അത് വെച്ചാണ് നിന്നെ വിട്ടേക്കുന്നത്. നിനക്ക് വേണ്ടതായ പ്രോസ്പെരിറ്റി അത് നിന്റെ അകത്ത് വെച്ചാണ് ദൈവം നിന്നെ വിട്ടിരിക്കുന്നത്. നിനക്ക് വേണ്ടതായ വെൽത്ത് ദൈവം അത് നിന്നിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്താണ് നിങ്ങളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട അനോയിന്റിങ് അത് നിങ്ങൾക്കുള്ള ആ വരവിൽ തന്നെ ദൈവം അതിനെ ചെയ്തു വെച്ചാണ്. നിങ്ങളുടെ കോളിങ് അത് നിങ്ങളിൽ തന്നെ ദൈവം ഇൻബിൽഡാക്കി വെച്ചിരിക്കുന്നതാണ്. നെഞ്ചിൽ കൈവച്ച് പറഞ്ഞ്, എനിക്ക് വേണ്ടതെല്ലാം എന്നിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ നന്മ നിങ്ങൾ തന്നെയാണ്. ഒരാമേൻ പറയണം. നിങ്ങളുടെ ഏറ്റവും വലിയ നന്മ, അതൊന്ന് പറഞ്ഞ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ കൃപയാൽ ഞാൻ തന്നെയാകുന്നു. ഇതിൻ്റെ തിരിച്ചറിവാണ് നമുക്ക് കിട്ടാതെ പോകുന്നത്. ആമേൻ. നമ്മൾ മറ്റു പലരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യും. ബ്രദറിന് എന്നെക്കാളും കൃപയുണ്ട്, അയാൾക്ക് എന്നെക്കാളും ആത്മീയതയുണ്ട്, അയാൾക്ക് എന്നേക്കാൾ വിശുദ്ധിയുണ്ട്. നീ കണ്ടോ അയാളുടെ രഹസ്യ ജീവിതം? കണ്ടില്ല. പുറമേയുള്ള ഈ നാട്യങ്ങളൊക്കെ കണ്ടാണ്. ചിലപ്പോൾ ചിലർ ഫേസ്ബുക്കിൽ ചിരിച്ചുകൊണ്ട് ഫോട്ടോ ഇടുമ്പോൾ പലർക്കും വിഷമമാണ്. നോക്കിക്കേ, എന്നാ സന്തോഷത്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ഫോട്ടോയുടെ ഒരു ക്ലിക്ക് എടുക്കുന്ന സമയത്ത് ഏത് സങ്കടമുള്ളവനും ചിരിച്ചുകൊണ്ടേ നിൽക്കത്തുള്ളൂ. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആക്ടിങ് മൊമെൻ്റാണത്. അതവർ നിങ്ങളുടെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്യുന്ന സമയത്ത് അത് നോക്കി സ്വയം നിരാശിതരാകരുത്. നിങ്ങളുടെ പുഞ്ചിരിയെ നിങ്ങൾ വലുതായി കാണുക. നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ വലുതായി കാണുക. മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. വേറെ ഒരാളുടെ സ്പിരിച്വാലിറ്റിയുമായിട്ട് നിങ്ങളുടെ ആത്മീയതയെ നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കുക. മറ്റൊരാളുടെ ശുശ്രൂഷ അതെത്ര വലുതായാലും ചെറുതായാലും എനിക്കറിയാം അത് എന്നോളം വരികയില്ല. കാരണം ഞാൻ ദൈവത്തിൻ്റെ ജെനുവിൻ പീസാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ക്രിയേറ്റിവിറ്റിയാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എല്ലാവരോടായിട്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ നന്മ നിങ്ങളിൽ തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നല്ലൊരു മെക്കാനിക്ക് 10-12 സ്പാനർ എടുക്കാൻ വേണ്ടി അയാൾ കെൻറ്റിങ്കരയിലോട്ടല്ല ഓടുന്നത്. പിന്നെ എവിടോട്ട് കയറും? തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് തന്നെ കയറും. ജാക്കിയും ലിവറും എടുക്കാൻ അദ്ദേഹം അതിനകത്തേക്ക് തന്നെ കയറും. നേരല്ലേ?
ആ കട്ടിംഗ് പ്ലെയർ എടുക്കാനും സ്ക്രൂ ഡ്രൈവർ എടുക്കാനും അദ്ദേഹം എവിടേക്ക് തന്നെ കയറും? അകത്തേക്ക് തന്നെ കയറും. എന്താ കാരണം? ഇതെല്ലാം അകത്ത് തന്നെയുണ്ട്. നമ്മൾ പുറത്ത് നിൽക്കുക, ആവശ്യമില്ല പിന്നെയും പുറത്തോട്ട് ഓടും. അടുത്തിരിക്കുന്നൊരു പറഞ്ഞ് ഒന്ന് തിരിച്ചകത്തോട്ട് കയറണം. ഏയ് തിരിച്ച് ഒന്ന് തട്ടിട്ട് പറ, കമ്പായ്ക്കെന്ന് പറ. തിരിച്ചു വരിക, തിരിച്ചു വരിക. ഒരു യൂ ടേൺ എടുത്ത് തിരിച്ചു വരിക. ഓടി വന്ന് അകത്ത് കയറുക, ഓടി വന്ന്. കാരണം നിങ്ങൾക്ക് വേണ്ടത് പുറത്തല്ല, അത് നിങ്ങളുടെ അകത്ത് തന്നെയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? അവനവൻ പുറത്തുള്ള എന്തിനെയോ നോക്കിയല്ല, ദൈവമേ അത് എന്നിലുണ്ട്, ഞാൻ അതിനെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്, അത് വെളിയിൽ വരേണ്ടതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരയ്ക്കാനുള്ള കഴിവ് ആർക്കെങ്കിലും പുറത്തുനിന്ന് പകർന്നു കൊടുക്കാൻ പറ്റുന്നതാണോ? പറഞ്ഞാട്ടെ. പാടാനുള്ള കഴിവ് നമ്മളതിനെ പറയും ജന്മവാസനയാണ്. നേരല്ലേ? നൃത്തം ചെയ്യാനുള്ള കഴിവ് ജന്മവാസനയാണ്. ദൈവത്തിൻ്റെ പൈതൽ എന്ന നിലയിൽ നീ ജനിച്ചപ്പോൾ തന്നെ ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ജീവിതം ജന്മവാസനയായി യേശു നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു സ്തോത്രം പറയണം ഇതിന്. ഏറ്റവും നല്ലത് ജന്മവാസനയായി എനിക്ക് കിട്ടിയിരിക്കുന്നു. ആ കരങ്ങളെ വീശൊരു ഹല്ലേലൂയ പറഞ്ഞേ. സോ ഇന്ന് പകൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ കാണാൻ കൊതിക്കുന്ന, നേടണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ജന്മവാസനയുടെ രൂപത്തിൽ ഒട്ടും എഫേർട്ടില്ലാതെ വളരെ റെസ്റ്റ്ഫുള്ളായി നിങ്ങളുടെ അകത്ത് റിലാക്സ്ഡ് ആയിട്ടതുണ്ട്. കൂളായിട്ട് അതിനെ എടുക്കുക. ഒരു കുഞ്ഞ് ജനിക്കുന്നു, അമ്മയുടെ ഉദരത്തിൽ 9 മാസം, പിന്നെ അമ്മയുടെ കൈകളിൽ 6 മാസം. കൊച്ചിന് എന്നാ ചിക്കൻ ബിരിയാണിയാണ് 6 മാസം കൊടുക്കുന്നത്? പറഞ്ഞേ. ആ കുഞ്ഞിന് വേണ്ടതായ സംരക്ഷണം, ചൂട്, വിശ്രമം, പരിചരണം, ഭാഷ, ആശ്ലേഷണം, സകലതും. കുഞ്ഞിന് വേണ്ട ആഹാരം അത് അമ്മയുടെ മാറിലുണ്ട്. ഒരു കുഞ്ഞ് 6 മാസം തന്നെ അമ്മയെ ഭക്ഷിച്ച് ജീവിക്കുന്നു. ലൈഫ് ടൈം ക്രൈസ്റ്റിനെ സാംശീകരിച്ചുകൊണ്ട്, യേശുവിനെ ഭക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ മുഴുവൻ കാലവും സന്തുഷ്ടരായി ജീവിക്കാം എന്നതാണ് ദൈവവചനത്തിൻ്റെ വെളിപ്പാട്. യേശുവിൽ നിങ്ങൾക്കുള്ളതെല്ലാം ഉണ്ട് എന്നാണ് ബൈബിൾ പറയുന്നത്. നിങ്ങൾക്കുള്ളത് വേണ്ടത് എല്ലാം ആരിലുണ്ട്? യേശുവിലുണ്ട്. നെഞ്ചോട് കൈവച്ച് പറ, എനിക്ക് വേണ്ടതെല്ലാം യേശുവിൻ്റെ കൈകളിലുണ്ട്. ഞാൻ തേടി നടക്കുന്നതെല്ലാം വാ തുറന്ന് പറഞ്ഞേ, യേശുവിൻ്റെ കൈകളിലുണ്ട്. പറഞ്ഞേ, എനിക്ക് വേണ്ട സൗഖ്യം യേശുവിലുണ്ട്. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യേശുവിൻ്റെ കൈകളിലുണ്ട്. എൻ്റെ നല്ല വിജയങ്ങൾ യേശുവിൻ്റെ കൈകളിലുണ്ട്. എൻ്റെ സമാധാനം യേശുവിൻ്റെ കൈകളിലുണ്ട്. എൻ്റെ ശ്രേഷ്ഠമായ ഭാവി യേശുവിൻ്റെ കൈകളിൽ ഉണ്ട്. മനോഹരമായ ഫാമിലി ലൈഫ് അത് യേശുവിൻ്റെ കൈകളിലുണ്ട്. ഏറ്റവും മനോഹരമായൊരു വീട് അത് യേശുവിൻ്റെ കൈകളിലുണ്ട്. മനോഹരമായൊരു പൊസിഷൻ അത് യേശുവിൻ്റെ കൈകളിലുണ്ട്. വേണ്ടതെല്ലാം ഉണ്ട്. ആദാമേ, ഇത്ര സുന്ദരിയായ ഈ പെങ്കൊച്ചിനെ എവിടുന്ന് ഒപ്പിച്ചു? ഏദനിലൂടെ പാട്ടും പാടി പാറിപ്പറന്ന പൂമ്പാറ്റയുടെ പുറകെ പോകുന്ന സുന്ദരിയെ ഞാൻ കണ്ടു. എവിടുന്നാ ഇവളെ കണ്ടെത്തിയത്? ആ ബ്രോക്കറുടെ നമ്പർ ഒന്ന് തന്നേ, ഞങ്ങൾക്ക് 2 കല്യാണാലോചനകളുണ്ട്. ഒന്ന് കണ്ടെത്തട്ടെ. M4 മാരിയിൽ നിന്നാണോ? ചാവറ മാട്രിമോണിയിൽ നിന്നാണോ? എവിടെ നിന്നാണ് കിട്ടിയേ? കേരള മാട്രിമോണിയിൽ നിന്നാണോ? എവിടെ നിന്നാണ് ആദാമേ ഈ സുന്ദരി അങ്ങേക്ക് കിട്ടിയത്? ഉത്തരം, അവളെ ദൈവം എൻ്റെ അകത്തുനിന്ന് എടുത്തതാ. നിൻ്റെ ഫ്യൂച്ചർ നിൻ്റെ അകത്താണ്. ഏയ്, നിങ്ങളുടെ മനോഹരമായിരിക്കുന്നതെല്ലാം നിങ്ങളുടെ അകത്തു തന്നെയാണ്. ആന്തരിക ലോകത്തിൻ്റെ ഭംഗിക്കൊത്ത വിധമാണ് ഭൗതിക ലോകം സൃഷ്ടിക്കപ്പെടുന്നത്. ലോകത്തെല്ലാ കാര്യവും 2 തവണ രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ഈ കീബോർഡ് ഒരു മിടുക്കൻ്റെ തലയിലാണ് ആദ്യം ഉണ്ടായത്. അവൻ്റെ മനസ്സിൽ നിന്നാണ് ആ സാധനം രണ്ടാമത് സൃഷ്ടിക്കപ്പെട്ടത്. ഈ മൊബൈൽ ഏതോ ഒരു മിടുക്കൻ്റെ മൈൻഡിലാണ് ആദ്യം ഉണ്ടായത്. നിങ്ങളിരിക്കുന്ന കസേര ഏതോ ഒരു മിടുക്കൻ്റെ മനസ്സിലാണ് ആദ്യം രൂപകൽപ്പന ചെയ്യപ്പെട്ടത്. പിന്നെയാണ് അത് ഭൗതിക ലോകത്തേക്ക് വന്നത്. മനസ്സിലുണ്ട്, സ്പിരിറ്റിലുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് അസ്ഥിക്കകത്തുണ്ട്.
ദൈവം ചിലത് നിങ്ങളുടെ ബോണുകളുടെ അകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ ഈ ഒരു വിഷയത്തിൻ്റെ വ്യത്യസ്തമായൊരു തലത്തിലേക്കാണ് കയറാൻ പോകുന്നത്. ചേർന്ന് യേശുവിനൊരു നന്ദി പറഞ്ഞാട്ടെ. ആദാം ഹൗവയെ നോക്കിയിട്ട് പറഞ്ഞു, ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഒന്നുകൂടി കുറച്ച് ചേർന്ന് പറയാമോ? ഇവൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ആരെ നോക്കി ആദാം ഇത് പറഞ്ഞത്? തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തൻ്റെ ബ്യൂട്ടിഫുൾ വൈഫിനെ നോക്കിയാ പറഞ്ഞത്. ഇതാരാണ്? ഇവളെൻ്റെ അസ്ഥിയുടെ രൂപമാണ്. ഹല്ലേലൂയ. ഇവളെൻ്റെ മാംസത്തിൽ നിന്ന് മാംസമാണ്. ആദാമെ എങ്ങനെ ഇതിനെ ചിട്ടപ്പെടുത്തി? ഞാൻ ചിട്ടപ്പെടുത്തിയതല്ല, എൻ്റെ അസ്ഥിക്കകത്തുനിന്ന് ദൈവം രൂപപ്പെടുത്തിയതാണ്. ദാറ്റ് മീൻസ് ആദാമിൻ്റെ ഫാമിലി ആദാമിൻ്റെ അസ്ഥിക്കകത്തുണ്ടായിരുന്നു. ആദാമിൻ്റെ പാർട്ട്ണർ ആദാമിൻ്റെ ബോണിനകത്തുണ്ടായിരുന്നു. ഇതൊരു നിസാരപ്പെട്ട കാര്യമല്ല. നിങ്ങളുടെ അസ്ഥിക്കകത്ത് എന്തോ ഒന്ന് ദൈവം ആലേഖിതമാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബോണുകളുടെ അകത്ത് ദൈവം എന്തോ ഒന്ന് എഴുതി ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് പകൽ അതിനെക്കുറിച്ചുള്ളൊരു വെളിപ്പാടിലേക്കാണ് സഭയെ പരിശുദ്ധാത്മാവ് നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ആദാമിൻ്റെ ഗാഢനിദ്രയ്ക്ക് തെളിവാണ്, അല്ലെങ്കിൽ അത് യേശുവിൻ്റെ കാൽവറിയിലെ മരണത്തിൻ്റെ നിഴലാണ് ആദാമിൻ്റെ ഏദനിലെ ഗാഢനിദ്ര. ഒരു സ്തോത്രം പറയാമോ? ആദാമിൻ്റെ ഗാഢനിദ്ര കാൽവറി ക്രൂശിലെ യേശുവിൻ്റെ മരണത്തിൻ്റെ നിഴലാണ്. ആ ഉറക്കം കഴിഞ്ഞ് ഗാഢനിദ്ര കഴിഞ്ഞ് ആദാം ഉണർന്നപ്പോൾ ഹൗവയെ കണ്ടതുപോലെ യേശു തൻ്റെ ഗാഢനിദ്രയായ കാൽവറി മരണം കഴിഞ്ഞ് മിഴി തുറന്ന് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ തൻ്റെ സമീപത്ത് ദൈവം തനിക്കൊരു വിശിഷ്ട മണവാട്ടിയെ കൊടുത്തു. ആ മണവാട്ടിയുടെ പേരാണ് ദൈവത്തിൻ്റെ സഭ. ഞാനാണ് യേശുവിൻ്റെ മണവാട്ടി. അങ്ങനെയാണെങ്കിൽ യേശുവിനെ നേടിയത് എങ്ങനെയാണ്? യേശുവിൻ്റെ കാൽവറിയിലെ ഗാഢനിദ്രയിലൂടെ. ഒന്ന് പറഞ്ഞ്, യേശുവിൻ്റെ കാൽവറിയിലെ ഗാഢനിദ്രയിലൂടെയാണ് എന്നെ യേശുവിനെ കിട്ടിയത്. ഒന്നുകൂടെ, യേശുവിൻ്റെ കാൽവറിയിലെ ഗാഢനിദ്രയിലൂടെയാണ് യേശുവിന് എന്നെ എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശുവിൻ്റെ കാൽവറിയിലെ ഗാഢനിദ്രയിലൂടെയാണ് യേശുവിന് എന്നെ കിട്ടിയത്. വഴി കിടന്ന് കിട്ടിയതല്ല. ആമേൻ. വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന് കിട്ടിയതല്ല. ഞാൻ എവിടെ നിന്ന് വന്നു? എവിടെ നിന്ന് വന്നു? നിങ്ങൾ എവിടെ നിന്ന് ഫോം ചെയ്യപ്പെട്ടവരാണ്? യേശുവിൻ്റെ എവിടെ നിന്ന്? ആദാം എവിടെ നിന്നാണ് ഫോം ചെയ്യപ്പെട്ടെ? അതുപോലെ ആദാമിൻ്റെ അസ്ഥിക്കകത്തു നിന്ന് ഹൗവ ഫോം ചെയ്യപ്പെട്ടതുപോലെ ഞാൻ യേശുവിൻ്റെ ബോണിനകത്തുനിന്ന് ഫോം ചെയ്യപ്പെട്ടവനാണ്. ദാറ്റ് മീൻസ് ആരാണ് നിങ്ങൾ? ഐ ആം ദ ബോൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിൻ്റെ അസ്ഥികഷ്ണമാണ്. ഞാൻ യേശുവിൻ്റെ ബോണാണ്. ഞാൻ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് യേശുവിൻ്റെ അസ്ഥിക്കകത്ത് നിന്നാണ്. ഒരാമേൻ പറയണം. പുറമെ എന്നെ സുന്ദരിയാണെങ്കിലും സുന്ദരനാണെങ്കിലും എല്ലാം ഒടിഞ്ഞാൽ കാണാൻ രസം ഉണ്ടാകുകയില്ല. താടിയിൽ പൊട്ടിയ ഇട്ടാ പോലിരിക്കും മുഖം, അല്ലേ? ഒടിഞ്ഞാൽ പിന്നെ തൂങ്ങുകയുള്ളൂ. ഈ തൂങ്ങാതെ ഇതിങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അകത്തുള്ള എല്ലും കൂടാണ് ഇതിനെ നിലനിർത്തുന്നത്. അതിൻ്റെ അർത്ഥം മനുഷ്യരായ നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത് അത് കേവലം ഒരു മാംസത്തിൻ്റെ ശക്തിയല്ല, മാംസത്തിൻ്റെ ബ്യൂട്ടിയുമല്ല, പകരം അത് അസ്ഥിയിൽ നിന്നും വരുന്നതാണ്. ജിംനേഷ്യത്തിൽ ചെന്ന് എന്നാ ഹെവി വെയിറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്ത് മസിൽ അടിച്ച് പെരുപ്പിച്ചെന്ന് പറഞ്ഞാലും എല്ലൊടിഞ്ഞാൽ ആ കൈ പിന്നെ തളമേ കിടക്കുകയുള്ളൂ. അതിൻ്റെ അർത്ഥം മാംസം ബലപ്പെടുത്തുന്നതിനാലല്ല, എല്ല് ബലപ്പെടണം. എല്ലിന് കരുത്ത് വേണം. എല്ല് ബലമുള്ള യേശു. ഒന്ന് പറഞ്ഞേ, എല്ല് ബലമുള്ള യേശു. ഒന്നുകൂടെ പറഞ്ഞേ, അസ്ഥിബലമുള്ള യേശു. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? 2 കൈകളിലും ആണിയുണ്ട്, 2 കാലുകളിലും ആണിയുണ്ട്. അപ്പോഴും ഒരുത്തൻ്റെ മുമ്പിലും തല കുമ്പിട്ടിട്ടില്ല. ദേഹം മുഴുവൻ മുറിവുകളാണ്, മാംസം അടിച്ച് കീറിയിരിക്കുകയാണ്. അപ്പോഴും തല ചായച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലവൻ്റെ മുമ്പിലല്ല, സ്വന്തം തോളിലാണ്. ശ്രദ്ധിച്ച കുഞ്ഞെ, ആ കാൽവറിയിൽ തൂങ്ങപ്പെട്ട് കിടക്കുമ്പോഴും ആ നട്ടെല്ല് നേരെയാണ് നിന്നത്.
ആമേൻ. ഒരുത്തന് മുമ്പിൽ വളയാത്ത എല്ലും കൂടെ അത് യേശുവിൻ്റെതാണ്. ഒരാമേൻ പറയണം. ആരുടെ മുമ്പിലും വളഞ്ഞു പോകാത്തത്, ആരുടെ മുമ്പിൽ കൂഞ്ഞിക്കൂടാത്തത്, ഒരുത്തൻ്റെ മുമ്പിൽ തല കുമ്പിട്ട് നിൽക്കാത്തത്, അതൊന്നുണ്ടെങ്കിൽ ഞാൻ ആ പ്രതിഭാസം കണ്ടത് എൻ്റെ യേശുവിൽ മാത്രമാണ്. ഗെത്സമനിലെ ആത്മീക പോരാട്ടവും കൽത്തളത്തിലെ മണിക്കൂറുകൾ നീളുന്ന മൂന്നാമുറ പ്രയോഗങ്ങളും ആ ശരീരത്തിൻ്റെ മേൽ അവർ നടപ്പിൽ വരുത്തി. കാരണം സമൂഹത്തിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നു, ഞാൻ യഹൂദന്മാരുടെ രാജാവാണ്. ആ കാലഘട്ടത്തിൽ സ്വയം ഒരുവൻ രാജാവാണെന്ന് പറഞ്ഞ് രംഗത്തോട് എഴുന്നേറ്റാൽ സൊസൈറ്റിയിൽ മറ്റാരും ഈ അട്ടിമറി ശ്രമം നടത്താതിരിക്കേണ്ടതിന് ബദലായിട്ടുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു രാജ്യസംഹിതയോ രൂപപ്പെടുത്താതിരിക്കേണ്ടതിന് ഇങ്ങനെ ഉണ്ടാകുന്ന വിപ്ലവകാരികളെ ഏത് വിധേനയും അടിച്ചമർത്തുക എന്നുള്ളത് റോമൻ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയാണ്. അതുകൊണ്ട് ഞാൻ കിങ് ആണെന്ന് ഒരാൾ പറഞ്ഞാൽ എന്നെ ഏത് വിധത്തിലും വകവരുത്തുക എന്ന് പറയുന്നത്, അത് മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക എന്നത് ആ രാജ്യത്തിൻ്റെ ഏറ്റവും പരമോന്നതമായൊരു നീതി പ്രവൃത്തിയായിട്ടാണ് അവർ വിലയിരുത്തുന്നത്. ഇപ്പോൾ ഞാൻ റോമാക്കാരുടെ നടുവിൽ ചെന്നിട്ട് ഞാൻ യേശു ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ രാജാവാണെന്ന് പറഞ്ഞാൽ, കൈസറൊന്നും അല്ലടാവേ ഞാൻ ആ രാജാവെന്ന് പറഞ്ഞാൽ ചേട്ടൻ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകും. പിന്നെ എന്നെ കുരിശുമായിട്ട് പെരുവഴിയിലൂടെ നടത്തും. നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിക്കും. രാജാവാണെന്നും പറഞ്ഞ് എന്തെങ്കിലും അട്ടിമറി പ്രയോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ ഗതി ഇതായിരിക്കുമെന്ന് പറഞ്ഞ് സമൂഹത്തിൻ്റെ നടുവിൽ എന്നെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കും. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മുടെ നാട്ടിൽ ഇത്രയും പീഡനങ്ങളും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്നാ? അറബ് നാടുകളിൽ ഇതിൻ്റെ ശ്രേണി കുറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം എന്നാ? അവിടുത്തെ ശിക്ഷാരീതിയോട് ആൾക്കാർക്കൊരു ഭയമുണ്ട്. നേരല്ലേ? ഇവിടെ ഏത് തോന്നിവാസം കാണിക്കാനും ഒരുത്തിനും പേടിയില്ലാത്തതിൻ്റെ കാര്യം എന്നാ? എന്താ കാര്യം? നമുക്കിവിടെ ഏത് വിധേനയും നിയമത്തിൻ്റെ പല വിധത്തിലുള്ള സൗകര്യപ്രദമായ പരിരക്ഷകൾ കിട്ടും. കഠിനമെന്ന് പറഞ്ഞാലും കുറേ കാലം കഴിയുമ്പോൾ വെളിയിൽ ചാടാൻ പറ്റുമെന്നുള്ള ഒരു ചിന്താഗതികൾ കൊണ്ടാണ് ഇത്രയ്ക്ക് വരാനുള്ളൂ എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഗോവിന്ദചാമിമാരൊക്കെ പെരുകുന്നത്. എന്നാൽ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഞങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ വരാതിരിക്കേണ്ടതിന് രാജാവാണെന്നും പറഞ്ഞൊരുവൻ രംഗത്തിറങ്ങിയാൽ അവനെ മാരകമായി ശിക്ഷിക്കുക, സമൂഹത്തിൻ്റെ നടുവിൽ കഠിനമായ വിധത്തിൽ അയാൾക്ക് മറ്റുള്ളവർ പേടിക്കുന്ന നിലയിലുള്ളതായ കഠോര ശിക്ഷ നൽകി സമൂഹത്തിൻ്റെ മനസ്സാക്ഷിക്ക് മരവിപ്പുണ്ടാക്കുക എന്നത് റോമാക്കാരുടെ ഒരു പ്ലാനാണ്. അതിനുവേണ്ടി എന്തു ചെയ്തു? കുരിശുമായിട്ട് പറഞ്ഞയക്കും. ദീപു ഉറങ്ങരുത്. കുരിശുമായിട്ട് പറഞ്ഞയക്കും. എന്നിട്ട് എന്തു ചെയ്യും? ഞടിക്കും, ചമ്മട്ടിയടിക്ക് വിധേയനാക്കും, കൈകാലുകൾ ആണിക്ക് വിധേയപ്പെടുത്തും, തലയിൽ മുൾക്കിരീടം വെക്കും, മേല് മുഴുവൻ കോലുകൊണ്ടടിക്കും. ഈ വിധത്തിൽ പല നിലയിൽ എന്തു ചെയ്യും? ശിക്ഷിക്കും. നൂറുകണക്കിന് പട്ടാളക്കാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടും തങ്ങൾക്ക് ചെയ്യാവുന്ന മുഴുവൻ കിരാതമായിരിക്കുന്ന ദ്രോഹങ്ങൾ ചെയ്തിട്ടും യേശുവിൻ്റെ ഒരസ്ഥി പോലും ഒടിഞ്ഞില്ല എന്ന് പറയുമ്പോഴാണ് യേശുവെന്ന എൻ്റെ നാഥൻ്റെ എല്ലിൻ്റെ ബലം നമ്മൾ എന്താണെന്ന് അറിയുന്നത്. ഒരാമേൻ പറയണം. 3-4 പേര് കൂടിയല്ല മർദ്ദിച്ചത്, 10-100 പേര് കൂടുന്ന സമൂഹങ്ങൾ ഒന്നു ചേർന്നാണ് ആക്രമിച്ചത്. ചെന്നായ്ക്കൾ കുഞ്ഞാടിനെ വളഞ്ഞിട്ട് മേയുന്ന പോലെ, അതിനെ ആക്രമിച്ച് കീഴടക്കുന്നത് പോലെ നിർദ്ദയമായിട്ട് യാതൊരു ദയാദാക്ഷിണ്യങ്ങളും കൂടാതെ യേശുവിനെ കഠോരമായി പീഡിപ്പിച്ചിട്ടും യേശുവിൻ്റെ കവിള താഞ്ഞടിച്ചിട്ടും ഏറ്റവും ചെറിയ അസ്ഥിയായ ചെവിക്കകത്തെ തരുണാസ്ഥിയോ യേശുവിൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയായ തുടയല്ലോ പൊട്ടിയില്ല, ഒടിഞ്ഞില്ല എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ അസ്ഥിബലം എന്താണെന്ന് ഇന്ന് പകൽ സഭയൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ആ അസ്ഥിയെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. എന്താണ് ആ പ്ലാൻ? അതിനെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത്. അവൻ്റെ അസ്ഥിയിലൊന്നും ഒടിഞ്ഞു പോകയില്ല എന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ഒരാമേൻ പറയണം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വചനം ശക്തിയോടെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 36-ാം വചനം. അവൻ്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. ഒന്നുകൂടെ വായിച്ചേ. അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ചേർന്ന് കർത്താവിൻ്റെ ആമേൻ പറഞ്ഞേ. അവൻ്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകയില്ല എന്നുള്ള
തിരുവഴുത്തിന് നിവൃത്തി വരേണ്ടതിന് ഇത് സംഭവിച്ചു. എന്ത് സംഭവിച്ചു? യേശുവിൻ്റെ കാലിൻ്റെ എല്ലൊടിക്കാൻ നോക്കിയവർ ആ കുന്തം കൊണ്ട് യേശുവിൻ്റെ കാലൊടിക്കാതെ ആയുധം കൊണ്ട് തിരിച്ചുപോയി. ഇതൊരു വെളിപ്പാടാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ആരാണ് നിങ്ങൾ? നമ്മൾ യേശുവിൻ്റെ അസ്ഥിയിൽ നിന്നും രൂപപ്പെട്ടവരാണ്. ആദാമിൻ്റെ അസ്ഥിയിൽ നിന്നും ഹൗവ എന്ന മണവാട്ടി രൂപപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ഒടിയപ്പെടാത്ത അസ്ഥിയിൽ നിന്ന് രൂപപ്പെട്ട ദൈവത്തിൻ്റെ മണവാട്ടിയാണ് ഞാൻ. അതിൻ്റെ അർത്ഥം, ഒടിക്കാമെന്ന് ആരെങ്കിലും നിരൂപിച്ചാൽ അത് വ്യാമോഹമാണ്, ഒടിയേല. നിന്നെ ഒടിക്കാൻ കഴിയുകയില്ല, നിന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം, നിങ്ങൾ എത്ര വലുതോ എത്ര ചെറുതോ എന്നുള്ളതല്ല വിഷയം. നീ യേശുവിൻ്റെ ബോൺ ആണ് എങ്കിൽ നിന്നെ ഒതുക്കുക, നിന്നെ ബന്ധിക്കുക, നിന്നെ കെട്ടി അമർത്തുക, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ സാധ്യം അല്ല 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 എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. നിങ്ങൾ യേശുവിൻ്റെ അസ്ഥിയാണോ, നിങ്ങൾക്ക് തകർച്ചയില്ല. നിങ്ങൾ യേശുവിൻ്റെ അസ്ഥിയാണോ, നിങ്ങൾക്ക് ബന്ധനമില്ല. നിങ്ങൾ യേശുവിൻ്റെ അസ്ഥിയാണോ, നിങ്ങൾക്ക് മന്ത്രവാദം ഏൽക്കുകയില്ല. നിങ്ങൾ യേശുവിൻ്റെ അസ്ഥിയാണോ, നിങ്ങൾക്ക് ശാപങ്ങൾ ഫലിക്കില്ല. നിങ്ങൾ യേശുവിൻ്റെ അസ്ഥിയാണോ, നിങ്ങൾക്ക് ദോഷങ്ങൾ പറ്റുകയില്ല. നിങ്ങൾ യേശുവിൻ്റെ അസ്ഥിയാണോ, നിന്റെ കുടുംബത്തിൽ കഠോരമായ കർമ്മങ്ങൾ ഏൽക്കുകയില്ല. നീ യേശുവിൻ്റെ അസ്ഥിയാണോ, നിനക്കൊരു പുതിയ ശക്തിയുണ്ട്. നീ യേശുവിൻ്റെ അസ്ഥിയാണോ, നിനക്ക് ദൈവത്തിൻ്റെ ബലമുണ്ട്. എൻ്റെ ജീവിതം, എൻ്റെ തലമുറകൾ, എൻ്റെ നന്മകൾ, എൻ്റെ സഭ, എൻ്റെ ശുശ്രൂഷ, ഈ ഐറ്റത്തെ എല്ലാം ഞാൻ പണിതിട്ടേക്കുന്നത് എൻ്റെ യേശുവിൻ്റെ അസ്ഥിയുടെ അകത്താണ്. ഉരിഞ്ഞു പറിക്കുന്ന മാംസത്തിൻ്റെ അകത്തല്ല, ഒഴുകുന്ന രക്തത്തിൻ്റെ അകത്തുമല്ല, യേശുവിൻ്റെ അസ്ഥിയുടെ അകത്താണ് ഇന്ന് പകൽ ഞാൻ ആയിരിക്കുന്നത്. യേശുവിനെ മജ്ജയായിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. യേശുവിനെ ബോണിൻ്റെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ജീവാംശമായി ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളോട് ഇന്ന് രാവിലെ സംസാരിക്കുന്നത് ക്രിസ്റ്റി എന്ന മനുഷ്യനല്ല, ക്രിസ്റ്റി എന്ന യേശുവിൻ്റെ അസ്ഥിക്കകത്തെ മജ്ജയാണ് ഇന്ന് നിങ്ങളോട് ഈ കാര്യം പറയുന്നത്, നിങ്ങളോട് ഈ കാര്യം പ്രഖ്യാപിക്കുന്നത്. കാരണം എനിക്കറിയാം ഞാൻ എവിടെയായിരിക്കുന്നു, ഞാൻ എന്തായിരിക്കുന്നു. ഒട്ടിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ അസ്ഥിക്കകത്ത് ഞാനൊരു ഭാഗമായി മാറിയിരിക്കുന്നു. ആരാണ് നിങ്ങൾ? യേശുവിൻ്റെ ശരീരം. യേശുവിൻ്റെ ശരീരം. ശരീരം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ശരീരം രൂപപ്പെടണമെങ്കിൽ ആദ്യം വേണ്ടത് അസ്ഥിയാണ്. അസ്ഥി വളർന്നിറങ്ങിയാലേ അതിൻ്റെ പുറത്ത് ഞരമ്പുകളും മാംസവും മറ്റ് കോശങ്ങളും വന്ന് ത്വക്ക് വളർന്ന് വെളിയിൽ വരികയുള്ളൂ. ആദ്യം വളരേണ്ടത് ഈ സാധനമാണ്. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്ന് ദൈവവചനം പറയുന്നു. നിങ്ങൾക്ക് യേശുവിൻ്റെ ശരീരത്തിൽ എന്താകാനാണ് ദൈവദാസനെ ആഗ്രഹം? പെട്ടെന്ന് പറയൂ. അസ്ഥിയാകാൻ. ഏത് അസ്ഥിയാകാൻ? പറയൂ. ഞാൻ നിനക്ക് ആരാകാനാണ് ഇഷ്ടം യേശുവിൻ്റെ ശരീരത്തിൽ? ഉത്തരം പറയാമോ? വേഗം പറയാമോ? കരമാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ദൈവത്തിൻ്റെ കൈ ആകണം, എനിക്ക് യേശുവിൻ്റെ ചൂണ്ടുവിരലാകണം, യേശുവിൻ്റെ വലത്തെ കാലാകണം, എനിക്ക് യേശുവിൻ്റെ ഇടത്തെ കാലാകണം, എനിക്ക് യേശുവിൻ്റെ ഇടത്തെ കൈ ആകണം. യേശുവിൻ്റെ ശവമഞ്ചം തൊട്ട് ബാലകനെ എഴുന്നേൽപ്പിച്ച കൈയായിട്ട് എനിക്കൊന്ന് മാറണം. അപ്പത്തെ വർദ്ധിപ്പിച്ച യേശുവിൻ്റെ വർധനവുള്ള കൈയായി എനിക്കിന്ന് പകലൊന്ന് മാറണം. കുഷ്ഠരോഗത്തെ നീക്കുന്ന യേശുവിൻ്റെ സൗഖ്യത്തിൻ്റെ കൈയായിട്ട് എനിക്കൊന്ന് മാറണം. ഇതൊക്കെയാ വെളിപ്പാട്, ഇതൊക്കെയാ കൊതി, ഇതൊക്കെയാ ആഗ്രഹം. ഈ നിലയിലൊന്ന് ട്രാൻസ്ഫോം ചെയ്യപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആഗ്രഹിക്കേണ്ട, ഓൾറെഡി നീ അതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നീ ആകാൻ വേണ്ടി പരിശ്രമിക്കേണ്ട. നീ സൃഷ്ടിക്കപ്പെട്ടതേ അതായിട്ടാണ്, നീ രൂപപ്പെട്ടതേ അതായിട്ടാണ്. ഞാൻ യേശുവിൽ അവൻ്റെ ശരീരമായി തന്നെ രൂപപ്പെട്ടിരിക്കുന്നു. ഞാൻ യേശുവിൽ അവൻ്റെ അവയവമായി തന്നെ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് ദൈവത്തിനൊരു സ്തോത്രം ചെയ്താട്ടെ. മോനെ നീ എഴുന്നേറ്റ് അവിടെ നിന്നോണ്ട് ഇത് ഉറങ്ങരുത്, ഞാൻ സമ്മതിക്കുകയില്ല. യേശുവിൻ്റെ ശരീരമായി തന്നെ നാം രൂപപ്പെടണം. യേശുവിൻ്റെ അസ്ഥിയായി തന്നെ നാം പരിവപ്പെടണം. ജീസസ്. എൻ്റെ കൂടെയുള്ള ചെറുപ്പക്കാരെയൊക്കെ ഞാൻ ഇങ്ങനെ പണിഷ് ചെയ്യാറുണ്ട്. നിങ്ങൾ അതിനകത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. നാളെ അവരൊക്കെ ഇവിടെ നിൽക്കേണ്ടത്. ആമേൻ, ഹല്ലേലൂയ. യേശുവിൻ്റെ അവയവങ്ങളായി നാം രൂപപ്പെട്ടിരിക്കാൻ എനിക്ക് കർത്താവിൻ്റെ വലത് കൈയായി, എനിക്ക് കർത്താവിൻ്റെ ഇടത് കൈയായി, എനിക്ക് കർത്താവിൻ്റെ വലത് കാലായി, എനിക്ക് യേശുവിൻ്റെ ഇടത് കാലായി, യേശുവിൻ്റെ ചൂണ്ടുവരലായി, യേശുവിൻ്റെ കൈപ്പത്തിയായി, യേശുവിൻ്റെ തോളായി എനിക്കൊന്ന് മാറണം. യെസ്.
ഇത് രൂപപ്പെടുമ്പോൾ കൈയായി വിരലായി മാറുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരു പക്ഷെ തുടയലിനുള്ള വലിപ്പമോ കാഠിന്യമോ കാണത്തില്ല. അപ്പോൾ ഞാനൊരു കുഞ്ഞു വിരലാണെന്നുള്ള ചിന്തയായിരിക്കാം നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് വഴിയെ പോകുന്ന എല്ലാവർക്കും തോന്നും പെട്ടെന്ന് അങ്ങ് ഒടിക്കാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ. കോഴിക്കോട് കണ്ണൂർ കഴിഞ്ഞ ദിവസം ചെന്നപ്പം ഒരു പെണ്ണ് പ്രാർത്ഥിക്കാൻ വന്നു. ആ പെണ്ണ് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്നാ ജോലിയാണ് ചെയ്യുന്നത്? പറഞ്ഞേ. അവൾ എന്നോട് പറഞ്ഞു, ഞാൻ ജ്യോതിഷവും മന്ത്രവാദവുമാണ് ചെയ്യുന്നത്. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, രക്ഷയേറ്റ് പറയിപ്പിച്ചിട്ട് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നാട്ടുകാരുടെ വിധി എഴുതുന്ന നിൻ്റെ 2 ജാതകം ഞാൻ അങ്ങോട്ട് പറയട്ടെ? അപ്പോൾ പറഞ്ഞു, പറയൂ പാസ്റ്ററെ. നിൻ്റെ ഈ വലത്തെ കയ്യിലെ ചെറിയ വിരൽ നിരന്തരമായിട്ട് ഒടിയുന്നതായിട്ട് കാണുന്നു, പല തവണ ഇത് ഒടിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ദൈവരാജ്യത്തിലെ ചെറിയവനെ ഒടിക്കാൻ നോക്കിയാൽ നടക്കുവോ? ദൈവത്തിൻ്റെ രാജ്യത്തിലെ ചെറുതിനെ പിടിച്ച് വളയ്ക്കാൻ നോക്കിയാൽ വളയുവോ? ഒടിച്ചങ്ങ് കളഞ്ഞേക്കാമെന്ന് വെച്ച് പിടിച്ചങ്ങ് തിരിച്ചാൽ അത് മാറുവോ? പറ, മാറുമോ? ഇരിക്കുമോനെ, മാറുവോ? ഇല്ല. എന്തുകൊണ്ട് മാറുന്നില്ല? എന്തുകൊണ്ട് അത് ഒടിയുന്നില്ല? എന്തുകൊണ്ട് അത് തകർക്കാൻ കഴിയുന്നില്ല? നീ ചെറുതോ വലുതോ എന്നതല്ല വിഷയം. നീ ക്രിസ്തുവിൻ്റെ ബോഡിയാണെങ്കിൽ, നീ യേശുവിൻ്റെ ബോഡി പാർട്ടാണെങ്കിൽ, നീ എന്ന അസ്ഥിയെ ഒടിപ്പാൻ കഴിയുകയില്ല. കാരണം ബൈബിൾ പറയുന്നു, അവൻ്റെ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. ഒരിക്കൽ കൂടെ, അവൻ്റെ അസ്ഥികളിൽ ഒന്നും. അന്ന് രാവിലെ അടുത്തിരിക്കുന്നവരെന്ന് തൊട്ടിട്ട് പറ, ആര് നോക്കിയാലും നശിപ്പിക്കപ്പെടാൻ പറ്റാത്തതായി നിങ്ങൾ മാറിയിരിക്കുന്നു. ഇനി ആര് നോക്കിയാലും നിന്റെ ബിസിനസ്സിനെ ബന്ധിക്കാൻ കഴിയുകയില്ല. ഇനി ആര് നോക്കിയാലും നിന്റെ ഫിനാൻസിനെ വട്ടപൂജ്യമാക്കാൻ പറ്റത്തില്ല. ഇനി ആര് നോക്കിയാലും നിന്നെ മുടിച്ചു കളയാൻ കഴിയുകയില്ല. ഇനി ആര് നോക്കിയാലും നിന്നെ എതിർക്കാൻ പറ്റത്തില്ല. കാരണം അതാകാത്ത വിധത്തിൽ ദൈവം നിന്നെ മറ്റൊന്നാക്കി രൂപപ്പെടുത്തിയിരിക്കുന്നു. ഐ ആം ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഞാൻ യേശുവിന്റെ ശരീരമായി മാറിയിരിക്കുന്നു. നശിപ്പിക്കാൻ കഴിയാത്തത്, ഒടിക്കാൻ കഴിയാത്തത്, ഭേദിക്കാൻ കഴിയാത്തത്, അറ്റുപോകാത്തത് എന്നും ഞാൻ യേശുവിന്റെ ഭാഗമായി തന്നെ നിൽക്കുന്നു. ആരാണ് നിങ്ങൾ? ഞാൻ യേശുവിൻ്റെ ശരീരഭാഗമാണ്. പറയൂ, ഞാൻ യേശുവിൻ്റെ ശരീരഭാഗമാണ്. ഒരാമേൻ പറയണം, ഞാൻ യേശുവിൻ്റെ ശരീരഭാഗമാകുന്നു. പ്രവാചക വെളിപ്പാടിലേക്ക് ഒന്ന് കിടക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാമത്തെ അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ പെട്ടെന്ന് വായിച്ച്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 1 മുതലുള്ളതായ വേദഭാഗങ്ങൾ വേഗം വായിച്ചാട്ടെ. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. അവൻ്റെ ആത്മാവിനാൽ എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ആമേൻ. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകനോട് ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് പ്രവാചകൻ എന്ത് പറഞ്ഞു? യഹോവയായ കർത്താവേ, നീ അറിയുന്നു. പാസ്റ്ററെ, ബലത്തിന് വായിച്ച് കേൾപ്പിച്ചേ. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. നമ്മൾ ബാലരമയല്ല വായിക്കുന്നേ, ദൈവവചനമാണ്. അത് വായിക്കുമ്പോൾ ഇടിവെട്ടണം. വായിച്ചേ. അതിനു ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്. ഞാൻ ദൈവവചനം പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അധ്യാപകനായിരുന്നു പാസ്റ്റർ KC ചെറിയാൻ. പ്രായമുള്ളൊരു അപ്പച്ചനാ. ബൈബിള് വായിക്കുമ്പോൾ അലക്ഷ്യമായിട്ട് വായിച്ചപ്പോൾ എഴുന്നേപ്പിച്ചു, എടാ ബാലരമ വായിക്കാനല്ല എന്നോട് പറഞ്ഞേ, ജീവനുള്ള ദൈവത്തിൻ്റെ വിളംബരം വായിക്കാനാ പറഞ്ഞേ. ഗർജിക്കടാ എന്ന് പറയുമായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ പണിയപ്പെട്ട സാധനമായത്. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു തരത്തില്ല. വായിച്ചേ. നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത് എന്തെന്നാൽ, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ആമേൻ. ഞാൻ നിങ്ങളുടെ മേൽ. ഒരു മിനിറ്റ്. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, പാസ്റ്റർ എന്തൊരു ചൂടനാ അല്ലേ, ഇയാൾ എന്നെ ഒരു വഴക്കാളിയാ. നിങ്ങൾക്ക് വേണ്ടി ആർക്ക് വേണ്ടിയില്ല ഞാൻ അലക്ഷ്യമായിട്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു വിഷയം എടുക്കുക വരുമ്പോൾ ഞാനതിനെ നിരുത്സാഹപരമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ എൻ്റെ ശുശ്രൂഷയെ നല്ല ചൂടോടെ ഇരിക്കണം. മനസ്സിലായോ?
ഉറങ്ങേണ്ടവനൊക്കെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കോണം. മനസ്സിലായോ പറഞ്ഞേ? തളർന്നിരിക്കേണ്ടവരൊക്കെ വെളിയിൽ ഇതിനകത്ത് കയറിയ തീച്ചൂളയായിരിക്കണം. നമ്മൾ തീഷ്ണതയുള്ള ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുന്നത്. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശാപിക്കപ്പെട്ടവൻ. കൊടുക്കുമ്പോൾ നല്ല ജീവനും ഉശിരും ഒക്കെ വേണോന്നേ. ഞാൻ ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവനാ. ചെയ്താൽ ചെയ്തതിന് മാത്രം കാണണം. ആമേൻ, ഹല്ലേലൂയ. താഴ്വരയുടെ നടുവിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കിക്കൊണ്ട് പ്രവാചകനോട് ദൈവം ചോദിക്കും, ഇത് ജീവിക്കുമോ? താഴ്വരയുടെ പരപ്പിൽ അധികമായി നിരന്ന് കിടക്കുക, ഉണങ്ങിയിട്ടുണ്ട്, പക്ഷേ ഒന്നുപോലും ഒടിഞ്ഞിട്ടില്ല. ഒരാമേൻ പറയണം. താഴ്വരയിൽ കിടക്കുന്ന അസ്ഥികൾ ഉണങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒന്നുപോലും എന്ത് ചെയ്തിട്ടില്ല? ഒടിഞ്ഞിട്ടില്ല. അർത്ഥം, നീ ഒന്ന് ഉണങ്ങിയാലും മുടിയത്തില്ല. ചില ബുദ്ധിമുട്ടുകൾ വന്നാലും തകരുകയില്ല. ദൈവം പിന്നെയും എഴുന്നേൽപ്പിക്കും. തമ്പുരാൻ പിന്നെയും ഒരു സൈന്യമാക്കി ഇതിനെ മാറ്റും. ഉണക്കിയേക്കാം, പക്ഷെ മുടിയേല. ഉണങ്ങിയേക്കാം, പക്ഷെ ഒടിയത്തില്ല. കാരണം തകരാത്ത എന്തോ ഒന്ന് നിന്റെ അകത്ത് അവൻ വെച്ചിട്ടുണ്ട്. ചില ബുദ്ധിമുട്ടിന്റെ ഉണക്കുകൾ വന്നേക്കാം, പക്ഷെ സമ്പൽ സമൃദ്ധമായി പിന്നെയും തളിർക്കും. ഉറപ്പായ കാര്യമാണ്, പിന്നെയും തളിർത്ത് കയറും. ചില ഡ്രൈനസ്സുകൾ വന്നേക്കാം, എന്നാൽ പിന്നെയും ദൈവം ഫ്ലഷിയാക്കും. കാരണം ദൈവം മാറ്റങ്ങളുടെ ദൈവമാണ്, നവീകരണങ്ങളുടെയും നവോത്ഥാനങ്ങളുടെയും ദൈവമാണ്. നിരന്ന് കിടക്കുന്ന അസ്ഥികളെ നോക്കിയിട്ട് തമ്പുരാൻ പറയുന്നു, ഇതിനെ അകത്തെന്തോ ഒന്ന് ഞാൻ വെച്ചിട്ടുണ്ട്, അത് എഴുന്നേക്കാൻ പോവുകയാണ്. ഉണങ്ങിക്കിടക്കുന്നുണ്ട്, കാര്യം ശരിയാ, പക്ഷേ ഉണങ്ങിയതിൻ്റെ അകത്ത് ഇന്നും വരണ്ടു പോകാത്ത എന്തോ ഒന്ന് ജീവനോടെ ശേഷിക്കുന്നുണ്ട്. ഒന്നുകൂടെ ഈ അസ്ഥികളുടെ അകത്തെ ഉണങ്ങിയ അവസ്ഥയ്ക്ക് അപ്പുറത്ത് ഇതിൻ്റെ അകത്ത് എന്തോ ഒന്ന് ജീവദായകമായ ഊർജത്തോടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ആമേൻ. ജെറമിയ പ്രവാചകൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. 20-ാം അധ്യായത്തിൽ പ്രവാചകൻ ഒരു ദൂത് പറഞ്ഞപ്പോൾ പ്രവാചകനെ നടുമുറ്റത്ത് കെട്ടിയിട്ടിട്ട് തല്ലി. അടികൊണ്ട് അവശനായ ജെറമിയ, ഇനി ഞാൻ പ്രവചിക്കുന്നില്ലെന്ന് പറഞ്ഞു, ഇനി ഞാൻ ദൂത് പറയുന്നില്ലെന്ന് വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയെ കൂടെ നിൽക്കുന്നവന്മാരൊക്കെ കാല് വാരുമ്പോഴും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്ന് നമ്മുടെ നന്മ അനുഭവിച്ച് കൊഴുക്കുന്നവന്മാരുമൊക്കെ ഏറ്റവും ഒടുവിൽ തീൻകുത്തൽ കാണിക്കുന്നൊരു പണി വരും. ഒരു സമയമുണ്ട്, ഞങ്ങളത് ഒത്തിരി അനുഭവിക്കുന്നവരാണ്. ഈ വേദിയിൽ നിൽക്കുന്നതൊക്കെ എന്ത് ചെയ്യുമെന്ന് ചിലപ്പോൾ ആൾക്കാർ ചോദിക്കും. കയ്യിലിരിപ്പുകൊണ്ട് പറഞ്ഞു വിടേണ്ടി വരുന്നതാണ്. കൂടെ കൊണ്ടുപോകാൻ പറ്റുകയില്ലാത്തതിനാൽ എടുത്ത് കളയുന്നതാണ് ഈ അവശിഷ്ടങ്ങളെയൊക്കെ. കാരണം എത്ര പറഞ്ഞാലും ചിലത് നന്നാകുകയില്ല. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ചുമക്കും, പക്ഷേ പറ്റുകയില്ല എന്നുള്ള നില വരുമ്പം സഭ മുട്ടിക്കണം, കൂട്ടത്തിൽ കുറേ എണ്ണത്തെ കൊണ്ടുപോകണം, അപ്പുറത്ത് മാറി ഇന്ന് സാമ്പത്തിക തട്ടിപ്പ് നടത്തണം. ഇങ്ങനെയുള്ള കുറേ കൊള്ളരുതായ്മകൾ കാണിക്കുമ്പോൾ നമ്മൾ ക്ഷമിക്കും, പറയും, പിന്നെ നേരെയാകത്തില്ലെന്ന് വെച്ചാൽ എന്നാ ചെയ്യും? എടുത്ത് കളയുക. അങ്ങനെ കളഞ്ഞതിനോടൊന്നും ബന്ധം വേണ്ട ആർക്കും കേട്ടോ. ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്, അങ്ങ് നിർത്തിയേരെ. ചലനങ്ങളെല്ലാം അറിയുന്നുണ്ട്. അപ്പോൾ കളഞ്ഞെങ്കിൽ കളഞ്ഞു, ഉള്ളവരുമായിട്ട് കൈ കൊടുത്താൽ മതി. ആമേൻ. കൊള്ളു വേലാത്തത് കൊണ്ടാണ് പുറത്താക്കിയേക്കുന്നത്. ആ അവശിഷ്ടങ്ങൾക്കകത്ത് ഇനി കൈ നീട്ടി അതിനെ വാരി ഉണ്ണാൻ തീരുമാനിക്കേണ്ട, തെറ്റായ നയവാണ്. പ്രവാചകന് തല്ല് കിട്ടിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ദൈവമേ മതി, നിർത്തി. നമ്മളും ചില സമയത്ത് ക്ഷീണിച്ചു പോകും. എൻ്റെ ദൈവമേ, ഈ ഒപ്പം നിൽക്കുന്നവനൊക്കെ ഈ പണിയാണല്ലോ കാണിക്കുന്നത്, ഇത് ചെയ്തിട്ട് നമുക്കിതാണല്ലോ കിട്ടുന്നത്. ഈ നിലയിലായി നമ്മൾ തളർന്നിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ മടുത്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്തും നമ്മളെ വിട്ടുകൊടുക്കാതൊരു തീ വന്ന് ആളി പിടിക്കുന്നൊരവസ്ഥയുണ്ട്. ആമേൻ. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. ഒന്ന് വായിച്ചേ ദേവദാസനെ. ജെറമിയയുടെ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 8-9 ഒന്ന് വായിച്ചേ. സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ നിലവിളിച്ചു. സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് ആവലാതി പറയേണ്ടി വരുന്നു. എനിക്ക് കിട്ടുന്ന ഈ സാഹസത്തെയും ബലാത്കാരത്തെയും കുറിച്ച് എനിക്ക് ആവലാതി പറയേണ്ടി വരുന്നു. ഈ ആവലാതി ഞാനും ഇപ്പോൾ പറഞ്ഞേ. അടുത്തത്, അങ്ങനെ യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്നയ്ക്കും. യഹോവയുടെ വചനം എനിക്ക് ഇടവിടാതെ നിന്നയ്ക്കും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു, ഹേതുവായി തീർന്നു. ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല. ഇനി ഞാൻ ഈ പരിപാടിക്കില്ല. അവന്റെ നാമത്തിൽ ഇനി ഞാൻ ഈ യഹോവയുടെ നാമത്തിൽ എന്ത് ചെയ്യത്തില്ല, സംസാരിക്കത്തുമില്ല എന്ന് പറഞ്ഞാലോ, എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഈ പരിപാടി നിർത്തിയേക്കാം.
പണ്ട് പത്രോസ് കർത്താവ് ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പം പടകും വലയും എടുത്തുകൊണ്ട് പരിപാടിക്ക് പോയ പോലെ നമ്മളും വേറെ എന്തെങ്കിലും പരിപാടി എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാകും. എന്നതാണെന്നറിയാമോ? അതെൻ്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ടിട്ട് എൻ്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. ഇനി ഞാൻ ആ നാമം പറയുന്നില്ല, ഞാൻ ഈ പണി ചെയ്യുന്നില്ലെന്ന് വെച്ചാൽ അവിടെ എന്നെ വിടാതെ എൻ്റെ അസ്ഥിക്കകത്ത് ഹൃദയത്തിൽ നിന്ന് ചൂട് പിടിച്ച് കത്തുന്ന പോലെ എൻ്റെ എല്ലുകളുടെ അകത്ത് എന്തോ ഒന്ന് കത്തിക്കയറും. പിന്നെയും പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരത്തക്ക വിധം എന്നെ അതിബലവാനാക്കി എൻ്റെ അകത്ത് അഗ്നി പകർന്ന് എന്നെ പിന്നെ കരുത്തനാക്കി നിർത്തുന്ന ഒരു ദൈവിക ഇടപെടലിനെ ഞാൻ അറിയും. ജെറമ്യാവേ, അടികൊണ്ടിട്ടും ബന്ധനമേറ്റിട്ടും നിന്നയേറ്റിട്ടും നീ എന്തുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുന്നു? ഒറ്റ മറുപടി, ഒറ്റേ ഒരു കാര്യം, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അസ്ഥിക്കകത്ത് കത്തുകയാണ് എന്തോ ഒരു ദൈവത്തോടുള്ള നീതിപൂർവമായ ഇടപെടൽ. എൻ്റെ എല്ലുകളുടെ ഇടയിൽ തീ പോലെ ആളിക്കത്തുന്ന ഒരു ദൈവ പ്രവൃത്തിയെ ഞാൻ അറിയുന്നുണ്ട്. ദൈവത്തിന്റെ പൈതലേ, നിന്റെ എല്ലുകളുടെ അകത്തൊരു അഗ്നിയുണ്ടോ? നിന്റെ അസ്ഥിക്കകത്തൊരു തീജ്വാലയുണ്ടോ? ദൈവത്തിന്റെ ഊർജം നിന്റെ അകത്ത് വ്യാപിക്കുന്നുണ്ടോ? നിന്റെ ബോണുകളുടെ അകത്ത് പലപ്പോഴും നീ മടുക്കുമ്പോഴും പൂർവാധിക ശക്തിയോടെ നിന്നെ പിന്നെയും മുന്നിലേക്ക് വലിച്ചെറിയുന്ന ഒരാത്മാവിന്റെ ഇടപെടൽ നീ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ യുഗത്തിന്റെ ദൈവത്തിന്റെ ജെറമ്യാ നീയാണ്. ഈ തലമുറയിലെ ദൈവത്തിനായി വിളിക്കപ്പെട്ട ആ ജ്വലിക്കുന്ന മനുഷ്യൻ നീ തന്നെയാണ്. സ്തോത്രം, 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 സ്തോത്രം. താഴ്വരയിൽ നിരന്നു കിടക്കുന്ന അസ്ഥികളെ നോക്കിക്കൊണ്ട് പ്രവാചകനോട് ദൈവം പറയുന്നു, പ്രവചിച്ചു കൊള്ളുക, ഇത് ജീവിക്കാൻ പോകുകയാണ്. മാംസത്തെ ഉരിയാം, ത്വക്കുരിയാം, ഞരമ്പ് മുറിക്കാം. മാംസം അറ്റുപോയാലും അസ്ഥിപഞ്ജരമായി കിടക്കുന്ന ഇടത്തു നിന്ന് പിന്നെ നീ തിരിച്ചു വരും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് ത്വക്ക് കൊണ്ട് മൂടി നിങ്ങളുടെ മേൽ ഞാൻ പ്രാണനെ അയച്ച് നിങ്ങളെ ഞാൻ സൈന്യമാക്കി എഴുന്നേൽപ്പിക്കും. ക്ഷയിച്ചു പോയവരും ചതിക്കിച്ചു പോയവരും ജീർണിച്ചു പോയവരും ഇന്ന് പകൽ ഈ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ അവസാനമല്ല, നിന്റെ പുനരുത്ഥാനത്തിന്റെ നേരമായി ദൈവം അതിനെ രൂപപ്പെടുത്തുകയാണ്. അതിശക്തമായൊരു തിരിച്ചുവരവ് നിനക്കുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു. അതിശക്തമായൊരു തിരിച്ചുവരവ് നിനക്കുണ്ടെന്ന്, അതിശക്തമായൊരു മടങ്ങി വരവ് നിനക്കുണ്ടെന്ന്. ഇന്ന് വരെ കാണാത്ത വിധത്തിൽ കഴിഞ്ഞ നാളുകൾ നിന്നെ സാധാരണ രൂപത്തിലാണ് കണ്ടതെങ്കിൽ ഇനിയുള്ള നാളുകളിൽ ഒരു യോദ്ധാവിനെ പോലെ ദർശിക്കത്തക്ക വിധം, ഒരു കരുത്തനായ അഭ്യാസിയെ പോലെ നിന്നെ കാണിക്കത്തക്ക വിധം എന്റെ കൈ നിന്നെ പണിത് കയറ്റും. നിന്റെ ഭാവി യേശുവിന്റെ കൈകളിലാണ്. നഷ്ടപ്പെട്ടതൊന്നും തീർന്നിട്ടില്ല എന്നും പുനരുദ്ധരിക്കത്തക്ക വിധം ദൈവത്തിന്റെ നിയോഗം നിന്റെ അസ്ഥിപേടകങ്ങളുടെ അകത്ത് ഞാൻ ആലേഖിതമായി ചുരുളുകൾ പോലെ എഴുതി നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ചിലരെ നോക്കി പ്രവചിച്ചു പറയുന്നു. നിന്റെ എല്ലുകളുടെ അകത്ത്, പുറമേ നിന്റെ ചന്തം കുറവായിരിക്കും, പുറമേ നീ ഉണങ്ങിയിട്ടുണ്ടാകും, പക്ഷെ നിന്റെ എല്ലുകളുടെ അകത്ത് ഞാൻ എഴുതി വച്ചിരിക്കുന്ന അലഖിതമായൊരു നിയമമുണ്ട്. നിന്റെ എല്ലുകളുടെ അകത്ത് ഞാൻ എഴുതി വച്ചിരിക്കുന്ന ഒരു നിയോഗമുണ്ട്. അത് പുറത്തു വരും, അതൊരു സൈന്യമായി. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. എവിടെയാണ് അഭിഷേകം ഇരിക്കുന്നത്? എവിടെയാണ് അഭിഷേകം ഇരിക്കുന്നത്? അത് അസ്ഥികളുടെ അകത്താ, അത് ബോണുകളുടെ അകത്താ. നിങ്ങളുടെ ശരീരത്തിൽ ശുശ്രൂഷയിരിക്കുന്നത് എവിടെയാണ്? അത് അസ്ഥികളുടെ അകത്താ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാധവൻകുട്ടിയുടെ അപ്പം വന്നു. അമ്മ വന്നോ മോനേന്ന്? അമ്മ വന്നോ? അമ്മ വന്നോ? ഇന്ന് വന്നില്ല. അമ്മയെ ഇന്ന് ഒരു ആരാധനയ്ക്ക് കാണാത്ത റയറായിട്ടൊരു ദിവസമാണ്. ആ അമ്മ എല്ലാ മീറ്റിങ്ങിനും വരാറുണ്ട്. റെഡ് ക്രോസിൽ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ആ അമ്മ ഒരുപാട് പ്രയാസപ്പെട്ട് ഭാരത്തോടെ മറ്റു പലരും താങ്ങിയാണ് അമ്മയും കൊണ്ട് ആ മീറ്റിങ്ങിന് വന്നത്. അന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ അമ്മ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഈ അമ്മയ്ക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിച്ചു. അന്ന് അവർ നടന്നില്ല, ആദ്യത്തെ പ്രാർത്ഥനയിൽ നടന്നില്ല.
രണ്ടാമത് ഞാൻ ഒരിക്കൽ കൂടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ നേരം ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, കരമല്ല വെക്കേണ്ടത്, നിൻ്റെ അസ്ഥിയാണ് വെക്കേണ്ടതെന്ന് പറഞ്ഞു. സ്തോത്രം. അന്ന് വിഷ്ണു എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, ഇപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവ് ഇപ്പോൾ ഇത് റിപ്പയർ ചെയ്യും, ഈ അമ്മ ഇന്ന് നടക്കുമെന്ന് പറഞ്ഞു. അന്ന് അതിഭയങ്കരമായ രോഗത്തിലാണ്, നടക്കുകയില്ല, വീൽ ചെയറിൽ കൊണ്ടുവന്ന് വോക്കറയിൽ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ താങ്ങി പിടിച്ചു കൊണ്ടുവന്ന് ഒരു വിധത്തിൽ അവിടെ വെക്കുന്നത്. ഈ ഇടത് കൈയിലെ ഈ 5 വിരലും എടുത്തു, കർത്താവേ എൻ്റെ അസ്ഥിയെ പുറത്ത് കൊണ്ടുവരിക എന്ന നിലയിൽ പ്രാർത്ഥിച്ചു. ആ അമ്മയുടെ തലയെ തൊട്ടിട്ട് ആ തലയോട്ടിയിലോട്ട് അമർത്തിപ്പിടിച്ച് അസ്ഥി തന്നെ മുട്ടുന്ന വിധത്തിലൊരു പ്രാർത്ഥന നടത്തി. ആ അമ്മയുടെ മേലൊരു ജീവൻ ഇറങ്ങുന്ന ഞാൻ കണ്ടു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്ന് ആ വോക്കറെ ആ മാതാവ് സൗഖ്യമായിട്ട് എഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. തുടർമാനമായിട്ട് ഇപ്പോൾ ഇന്ന് കൂട്ടായ്മയ്ക്ക് വരുന്നു. ഇന്നുണ്ടായിരുന്നു ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയേനെയും. അമ്മയുടെ മകൻ വന്നിട്ടുണ്ട്. പ്രൈസ് ഗാഡ്. അസ്ഥിക്കകത്ത് ഒരു അഭിഷേകം ഇരിക്കുന്നു. നിന്റെ വെറും മാംസഭുജമല്ല വെക്കേണ്ടത്, നിന്റെ അസ്ഥി ഒന്ന് മുട്ടട്ടെ. ജീവന്റെ ചലനം നിനക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എല്ലുബലമുള്ളവനായി അസ്ഥിബലമുള്ളവനായി നീ കാര്യങ്ങളിലേക്കൊന്ന് കൈനീട്ടിക്കേ. എൻ്റെ ജീവൻ അതിന് മേൽ വ്യാപരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി തന്നെ സംസാരിക്കുന്നു. ചേർന്ന കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവ് അതിശക്തമാംവിധം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടൊരു മനുഷ്യനാണ്. തൻ്റെ ശുശ്രൂഷാകാലത്തിൻ്റെ പര്യവസാനത്തിങ്കൽ ഏലിയാവിൻ്റെ ശുശ്രൂഷയുടെ പിന്മുറക്കാരനായി ഒരു ഏലീശ വന്നു. ഏലിയാവ് സ്വർഗാരോഹണം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഏലിയാവ് തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഏലീശയോടൊരു ചോദ്യം ചോദിച്ചു, ഞാൻ പോകുകയാണ്, നിനക്കെന്ത് വേണം? ഞാൻ നിന്നിൽ നിന്നും എടുത്തു കൊള്ളപ്പെടും മുമ്പ് നിനക്കെന്ത് വേണം? അന്ന് ഏലിയ പ്രവാചകനോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. എന്തു വേണം? ഇന്ന് പകൽ ഇവിടെ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കിട്ടിയതുകൊണ്ട് ഒതുങ്ങാതെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേരെ. തീർന്നില്ല, ഒരിക്കൽ കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തേരെ. ലഭ്യമായതുകൊണ്ട് ഒതുങ്ങിക്കൂടാതെ അതിശക്തമായിരിക്കുന്ന ഒരു പുരോഗതിയിലേക്ക് കയറാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നീ ദൂത് പറയുന്നത്. ആമേൻ. ഞാൻ നിങ്ങളിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടുന്ന മുമ്പ് നിനക്ക് എന്ത് ചെയ്യണം? മറുപടി, എനിക്ക് അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വേണം. എന്ത് വേണം? ഇരട്ടി പങ്ക് വേണം. അന്നേരം പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞു, നീ ചോദിച്ചത് പ്രയാസമേറിയ സംഗതിയാണ്. എങ്കിലും ഞാൻ നിന്നിൽ നിന്നും എടുത്തു കൊള്ളപ്പെടുന്നത് നീ കാണുന്നുവെങ്കിൽ അത് സംഭവിക്കും. 2 പേരും കൂടെ യോർദാനിലേക്ക് ചെന്നു. പുതപ്പ് കൊണ്ട് ഏലിയാവ് യോർദാനെ അടിച്ചു. യോർദാൻ നദി 2ആയി പിളർന്നു മാറി. ആ നദിയുടെ നടുവിലെ ഉണങ്ങിയ നിലത്തിലൂടെ പ്രവാചകനും ശിഷ്യനും അക്കരെ കയറി കണ്ണുപോലും ചിമ്മാതെ സൂക്ഷ്മതയോടെ മിഴിയടയ്ക്കാതെ എലീശ നോക്കി നിൽക്കുമ്പോൾ 2 പേരെയും തമ്മിൽ വേർതിരിക്കുന്നൊരു കാറ്റ് വെളിപ്പെട്ടു, ഒരു കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റ് വെളിപ്പെടുമ്പോൾ ഏലിയാവ് ഒരു വശത്തേക്കും എലീശ മറ്റൊരു വശത്തേക്കും മാറുകയാണ്. ഇരുവശത്തേക്കും 2 പേരെയും മാറ്റി അതിന് നടുവിൽ വ്യാപരിക്കുന്ന ചുഴലിക്കാറ്റ് ഏലിയാവ് എന്ന ദൈവദാസനെ ചുഴറ്റിയെടുക്കാൻ തുടങ്ങി. ചുഴറ്റിയെടുക്കുന്ന കാറ്റിൽ ഏലിയാവ് സ്വർഗത്തിലേക്ക് കയറുകയാണ്. താഴെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി കൊതിക്കുന്ന ഏലീശ വെയിറ്റ് ചെയ്യുന്നു. ഉയരത്തിലേക്ക് ഏലിയാവ് എടുക്കപ്പെടുമ്പോൾ താഴ്വരയിൽ നിന്നുകൊണ്ട് ആ ചെറുപ്പക്കാരൻ നിലവിളിച്ചു, ഇസ്രായേലിൻ്റെ തേരും തേരാളികളുമായുള്ളവരെ. ആ നിലവിളി സ്വർഗത്തിലോട്ട് കയറുന്ന സമയത്ത് ആ പ്രവൃത്തി ഉണ്ടായി. അതായത് നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ നിൽക്കുന്ന എന്നെ പിടിച്ച് മുകളിലോട്ടൊരു കാറ്റ് കൊണ്ടുപോയാൽ എൻ്റെ ചുറ്റുമുള്ള കരികിലെയും എൻ്റെ കയ്യിലെ തുവാലയും എല്ലാം മുകളിലോട്ടേ വരികയുള്ളൂ. പക്ഷേ ഏലിയാവ് മുകളിലോട്ട് പറന്ന് കയറുന്ന ആ സമയത്ത് അതിനേക്കാൾ ശക്തിയോടെ തൻ്റെ ശരീരത്ത് കിടന്ന പുതപ്പ് താഴേക്ക് പറക്കാൻ തുടങ്ങി. അതായത് ഏലിയാവിനെ എടുക്കുന്നതിനേക്കാൾ ഇരട്ടി ശക്തി ഇപ്പോൾ പുതപ്പിൻ്റെ മേൽ വ്യാപരിച്ചിട്ടുണ്ട്. ഒന്നിനെ അങ്ങോട്ട് വലിക്കുന്നു, പുതപ്പിനെ താഴേക്ക് മറ്റൊന്ന് വലിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടിവലിയുടെ നേരമായത് മാറുന്നു. താഴ്വരയിൽ കാത്തിരിക്കുന്ന ഏലീശായുടെ മേൽ ഈ പുതപ്പ് വന്ന് വീഴുന്നു. ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി ശക്തി ഏലീശായുടെ മേൽ വ്യാപരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗുരുവായിരിക്കുന്ന ഏലിയാവ് 7 അത്ഭുതങ്ങളെ ചെയ്തു. ശിഷ്യൻ എത്ര എണ്ണം ചെയ്യണം? 14 അതിശയങ്ങളെ ചെയ്യണം, 14 അത്ഭുതങ്ങളെ ചെയ്യണം. പക്ഷേ ഏലീശായുടെ ജീവിതത്തിൽ 13 അത്ഭുതങ്ങൾ ചെയ്ത മാത്രയിൽ താൻ മരണപ്പെട്ടു. ഒരു സ്തോത്രം പറയണം.
വായിച്ചേ 2 രാജാക്കന്മാർ 13-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വചനം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 13-ാം അധ്യായം 19 മുതലുള്ള വചനങ്ങൾ വേഗം വായിച്ചാട്ടെ. അപ്പോൾ ദൈവപുരുഷൻ അവനോട് കോപിച്ചു, ആ നീ 5-6 പ്രാവശ്യം അടിക്കേണ്ടിയിരുന്നു. ആ എന്നാൽ നീ അരാമരെ തോൽപ്പിച്ച് ആ അശേഷം സംഹരിക്കുമായിരുന്നു. ആ ഇപ്പോഴോ നീ അരാമരെ 3 പ്രാവശ്യം മാത്രം തോൽപ്പിക്കും എന്ന് പറഞ്ഞു. എന്നാൽ എലീശ മരിച്ചു. അവർ അവനെ അടക്കം ചെയ്തു. കുറച്ചുപേരും കൊണ്ടുപോയി എലീശായെ അടക്കം ചെയ്തു. പിറ്റേ വർഷം മോവാബ്യരുടെ പടക്കൂട്ടങ്ങൾ ദേശത്തെ ആക്രമിച്ചു. ചിലർ ഒരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ, നോക്കുക, എലീശ മരിച്ചു. എലീശായെ കൊണ്ടുവന്ന് മനോഹരമായി എന്ത് ചെയ്തു? സംസ്കരിച്ചു. 1 വർഷം കഴിഞ്ഞു. പ്രവാചകനായ എലീശായുടെ ചരമവാർഷികം, 1-ാം ചരമവാർഷികം. 1-ാം ചരമവാർഷികത്തിൻ്റെ സമയമായപ്പോൾ ചിലർ ഒരു മനുഷ്യനെ, കുറേ പേർ ഒരാളെ അടക്കാൻ വേണ്ടി കൊണ്ടുവരിക. എലീശ മരിച്ചിട്ട് ഇപ്പം എത്ര നാളായി? 1 വർഷമായി. കുഴിക്കകത്ത് കിടക്കുന്ന എലീശ കണ്ണു തുറന്നാണോ ഇപ്പം കിടക്കുന്നേ? അല്ല. എലീശായുടെ ത്വക്ക് പോയിട്ടുണ്ട്, എലീശായുടെ ഞരമ്പ് പോയിട്ടുണ്ട്, എലീശായുടെ മാംസം പോയിട്ടുണ്ട്. ഇപ്പോൾ പ്രവാചകനെ അടക്കിയ കുഴിക്കകത്ത് എന്തേ ഉള്ളൂ? പ്രവാചകന്റെ അസ്ഥി മാത്രമേ ഉള്ളൂ. തന്നെ പൊതിഞ്ഞിരുന്ന തുണി പോലും ചെതല് തിന്ന് കളഞ്ഞു. ഇപ്പോൾ നഗ്നമായി കിടക്കുന്ന പ്രവാചകന്റെ തലയോട്ടിയും അസ്ഥികളും എല്ലുകളും മാത്രം ഇങ്ങനെ നിരന്നു കിടക്കുന്ന ആ കുഴിക്കകത്താണ് ഇപ്പോൾ നമ്മുടെ കണ്ണുകൾ. താഴേക്ക് വായിച്ചേ. ചിലരൊരു മനുഷ്യനെ അടക്കം ചെയ്യുമ്പോൾ ഒരു പടക്കൂട്ടത്തെ കണ്ടിട്ട് അയാളെ എലീശായുടെ കല്ലറയിലിട്ടു. നോക്കുക, അടക്കം ചെയ്യാൻ വേണ്ടി വന്നു, ശവസംസ്കാരത്തിന് വേണ്ടി വന്നു നിൽക്കുമ്പോഴാണ് മുകളിൽ നിന്നൊരു പടക്കൂട്ടം കയറി വരുന്നത്. ഈ പടക്കൂട്ടത്തെ കണ്ടിട്ട് നേരെ ചൊവ്വയെ ശവമടക്കം നടത്താൻ പറ്റാതെ ഏതെങ്കിലും കുഴിയിൽ അവനെ ഇട്ടേച്ച് പോയേക്കാടാ എന്ന് പറഞ്ഞ് കണ്ണിൽ കണ്ടൊരു കുഴിക്കകത്തോട്ട് അവനെ കയ്യും കാലും പിടിച്ച ശവത്തെ അവർ എറിഞ്ഞു. എറിയപ്പെട്ട മൃതശരീരം ചെന്ന് വീണത് 1 വർഷം മുൻപ് അടക്കപ്പെട്ട് ഇപ്പോൾ അസ്ഥിയായി തെളിഞ്ഞു കിടക്കുന്ന എലീശായുടെ ശവക്കുഴിക്കകത്തേക്ക് ചെന്ന് വീണു. അടുത്ത വാക്ക്, അവൻ ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. ആ ചെന്ന് വീണതേ ഓർമ്മയുള്ളൂ. ചെന്ന് വീണ മൃതശരീരം ജീവിച്ച് കാലൂന്നി എഴുന്നേറ്റു. ചെന്ന് വീണവന്റെ മൃതശരീരം ശവക്കുഴിക്കകത്ത് ചെന്നിട്ട് ഒടുങ്ങുകയായിരുന്നില്ല. പിന്നെയോ ചെന്നു കാലൂന്നി എഴുന്നേറ്റു. ശവമടക്ക് നടത്തി. നേരം നന്നടില്ല. പടക്കൂട്ടം കയറി വരുന്നു. കണ്ണിക്കണ്ട കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. കൊണ്ടെറിഞ്ഞ മാത്രയിൽ ചെന്ന് വീഴുന്ന മൃതശരീരം ചെന്ന് സ്പർശിക്കുന്നത് 13 അത്ഭുതങ്ങൾ ചെയ്തിട്ട് 14-ാമത്തേത് നിയോഗിക്കാതെ പൂർത്തിയാക്കാതെ സ്വർഗത്തിലേക്കോ മരണപ്പെട്ടു പോയ എലീശായുടെ അസ്ഥിയുടെ മേൽ ചെന്നത് സ്പർശിക്കുന്നു. ചെന്ന് വീണ മാത്രയിൽ ആ മൃതശരീരം കാലുകുത്തി എഴുന്നേറ്റ് നിന്നു. എലീശായുടെ ശവക്കുഴിക്കകത്ത്, ആമേ പുറയിലെത്തിയാൽ മതി, എലീശായുടെ ശവക്കുഴിക്കകത്ത് ഇപ്പോൾ നടക്കുന്നതൊരു ദൈവപ്രവൃത്തിയാണ്. എന്താണ് ആ ദൈവപ്രവൃത്തി? ഈ അസ്ഥികൾ കാത്തിരിക്കുകയായിരുന്നു. എന്ത് കാത്തിരിക്കുന്നു? ഒരുവൻ വരാനുണ്ട്. ഒരു വാഗ്ദത്തം കാത്തിരിക്കുകയാണ് ഈ മൃതശരീരം. ഒരു വാഗ്ദത്തം കാത്തിരിക്കുകയാണ് ഈ അസ്ഥിക്കൂട്ടങ്ങൾ. എന്ത് കാത്തിരിക്കുന്നു? ആള് മരിച്ചുപോയിട്ടും അവന്റെ അസ്ഥികൾക്കകത്തുള്ള വാഗ്ദത്തം ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്. ഞാനിതാ നിങ്ങളോട് പറഞ്ഞത്, ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞാലും മാംസമറ്റെന്ന് പറഞ്ഞാലും വേദനയറ്റെന്ന് പറഞ്ഞാലും വാഗ്ദത്തം മരിക്കുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം മരിക്കുന്നില്ല. ഇന്ന് പകൽ അത് ചിലരുടെ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി അത് കാത്തിരിക്കുകയാണ്. അതെ, അത് സംഭവിക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ അകത്ത്, നിന്റെ എല്ലുകളുടെ അകത്ത് ദൈവം വെച്ച് കെട്ടി വിട്ടിരിക്കുന്ന കുറെ വാഗ്ദത്തങ്ങളുണ്ട്. നിന്റെ അസ്ഥിക്കകത്ത് ദൈവം വെച്ചിരിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട്. അത് വെളിപ്പെടാൻ പോകുകയാണ്. നിന്റെ അസ്ഥിക്കകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു അസാധാരണമായ നിയോഗമുണ്ട്. ദൈവം അതിനെ പുറത്തെടുക്കാൻ ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം കൂടെ വേഗം ഒന്ന് വായിച്ച് നമുക്ക് നിർത്തിയേക്കാം.
22 തൊട്ട് വായിച്ചു. യോസെഫും അവൻ്റെ പിതൃഭവനവും മിസ്രൈമിൽ പാർത്തു. യോസെഫ് 110 സംവത്സരം ജീവിച്ചിരുന്നു. 110 വയസ്സ് വരെ ജീവിച്ചു. എഫ്രയീമിന്റെ 3-ാം തലമുറയിലെ മക്കളെയും കണ്ടു. മനശ്ശയുടെ മകനായ മാഖീരിന്റെ മക്കളും മനശ്ശയുടെ മകനായ മാഖീമിന്റെ മക്കളും അവന്റെ മടിയിൽ വളർന്നു. അനന്തരം യോസെഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു. നല്ല സുബോധത്തോടെ മരിക്കുക. എന്നാൽ മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു, ഇതാ ഞാൻ മരിക്കുന്നു. എന്നാൽ ദൈവം നിങ്ങളെ ബോധമില്ലാതെ കിടന്ന് ജാകുകയല്ലായിരുന്നു. മലമൂത്ര വിസർജ്യങ്ങളാൽ കിടന്ന് നരകിക്കുകയല്ലായിരുന്നു. അങ്ങനെയുള്ള അന്ത്യമൊന്നും വരാതിരിക്കാൻ ഇന്നേ പ്രാർത്ഥിച്ചോണം. വല്ലവർക്കും ഒരു വിഷയമോ തലവേദനയോ സൃഷ്ടിക്കരുത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആയുരാരോഗ്യമുള്ള കാലത്ത് പോവുകയാണെങ്കിൽ നല്ലത്. അല്ല, ആയുസ് തരുന്നുണ്ടെങ്കിൽ അവസാന നിമിഷം വരെ സുബോധം വേണം, സ്വന്തം കാര്യം ചെയ്യാനുള്ള പ്രാപ്തി വേണം. ഇത് ചോദിച്ച് മേടിച്ചോണം. അടുത്തിരിക്കുന്നവർ പറഞ്ഞേ, വയസ്സ് കൂടുന്നുണ്ട്, പ്രായം കൂടുന്നുണ്ട്, ഒന്ന് പറഞ്ഞേരെ, പ്രായമായി വരിക, ഇന്ന് തൊട്ട് ഇത് പ്രാർത്ഥിച്ചോണം. ആ ശരി, കേട്ടല്ലോ. അപ്പോൾ 110 വയസ്സ് വരെ എത്തി. ഞാൻ മരിക്കുന്നു എന്ന് യോസഫ് പറഞ്ഞു. എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഇവിടെ നിന്ന് ഞാൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളോർക്ക് ഞാനിപ്പോഴൊന്നും ജാകുന്നില്ല. ഒരു 150 വരെ പോകാനാണ് പ്ലാൻ. ബാക്കി വായിക്കേ. ഈ ദേശത്ത് നിന്ന് ആമേൻ, ഇതാ ഞാൻ മരിക്കുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കും. മരിക്കാൻ കിടക്കുന്ന കട്ടിലെ കിടന്നുകൊണ്ട് പ്രവചിക്കുക, മക്കളെ ശപിക്കുകയല്ല. നീയും മുടിയും നിന്റെ സന്തതിയും മുടിയും എന്നല്ല പറയുന്നത്. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ചാകാൻ കിടക്കുന്ന കാലത്തും സ്വപ്നം കാണുക. മരണക്കിടക്കിൽ കിടന്നുകൊണ്ടും തന്നെ അധിപതിയാക്കിയ ദൈവത്തിന്റെ ആലോചന പിടിക്കുക. അവിടെ കിടന്നുകൊണ്ട് പറയുന്നു, ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്ത് നിന്ന് താൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്തത്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ, അടുത്ത വാക്ക്, ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസേഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. സ്തോത്രം. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. 110-ാമത്തെ വയസ്സിൽ ആമേൻ അവിടെ കിടന്നുകൊണ്ട് താൻ ഒരു വാഗ്ദത്തം കാണുന്നു. ഒരു ദിവസം എൻ്റെ സഹോദരങ്ങളുടെ തലമുറകളുടെ മുമ്പിൽ, എൻ്റെ തലമുറകളുടെ മുൻപിൽ ഈ മിസ്രൈമിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന ചെങ്കടൽ പിളരും. ഓ ഹല്ലേലൂയ. കിഴക്കൻ കാറ്റിനാൽ ദൈവം ആ കടലിനെ 2 വശത്തേക്ക് മുറിച്ചു മറിക്കും. അതിന് നടുവിൽ ദൈവം ഒരു ഉണങ്ങിയ പാത വെട്ടി തുറക്കും. എന്നിട്ട് തൻ്റെ ജനത്തെ അന്യദേശത്തേക്ക് അവകാശത്തിനായി പിതാക്കന്മാരോട് സത്യം ചെയ്ത നാട്ടിൽ അവനെ ആരാധിക്കാൻ വേണ്ടി പുറപ്പെടുവിക്കുന്നൊരു ദിവസം വരുന്നുണ്ട്. അന്ന് നിങ്ങൾക്കൊരു യാത്ര ദൈവം വെച്ചിട്ടുണ്ട്. ആ യാത്ര നടക്കുമ്പോൾ നിങ്ങൾ എന്നെ മറക്കരുത്. നിങ്ങൾ പോകുന്ന വഴിയിൽ എൻ്റെ അസ്ഥികളെ കൂടെ കൊണ്ടുപോയിക്കൊള്ളണം. താഴേക്ക് വായിച്ചേ. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവന് സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ഒരു പെട്ടിക്കകത്ത് യോസഫിൻ്റെ അസ്ഥികളെ അവർ സൂക്ഷിച്ചു. കടല് കടക്കുമ്പോൾ തോളയിൽ ജീവിച്ചിരിക്കില്ലാത്തൊരു മനുഷ്യൻ കൂടെ ചെങ്കടൽ കയറുന്നുണ്ട്. വല്ലതും കേട്ടോ? ജീവനുള്ളൊരു തലമുറ കടലോടി കിടക്കുമ്പോൾ, ജീവനുള്ളൊരു തലമുറ സ്തുതിച്ചുകൊണ്ട് മറുകര കയറുമ്പോൾ, വാഗ്ദത്ത നാട്ടിലേക്ക് മാർച്ച് ചെയ്ത് കയറുമ്പോൾ, വർഷങ്ങൾക്ക് പുറകിൽ ദൈവത്തോടൊപ്പം ചേർന്ന ഒരു മനുഷ്യന്റെ അസ്ഥിയും അവരുടെ കൂടെ ആ കടലിൽ കടന്ന് അക്കരെ കയറുന്നുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് ജോസഫ്. ജോസഫ് ജോസഫ് മറുകര കയറുന്ന അസ്ഥികൾ. ഇതൊരു വെളിപ്പാടാണ്. ഈ കടല് പിളർന്നതുപോലെ മേഘവാളുകൾ ഒരിക്കൽ കീറിമുറിയും, കാഹളം ധരിക്കും. ഇന്നിവിടെ ക്രിസ്തുവിൽ വിശ്വാസത്തോടെ പാർക്കുന്ന നിന്റെ ശരീരം ഏതവസ്ഥയിലായാലും അത് രൂപാന്തരപ്പെട്ട് സ്വർഗമഹിമയ്ക്കകത്തേക്ക് വാഗ്ദത്തം പിടിക്കാൻ വേണ്ടി കയറുന്നൊരു ദിവസം വരുന്നുണ്ട്. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ബോണുകളുടെ അകത്ത് ചിലതുണ്ട്. ചിലത് കടൽ കിടക്കേണ്ടതാ, അടുത്ത ഭൂഖണ്ഡങ്ങളിൽ ചെല്ലേണ്ടതാ. നിന്റെ അസ്ഥിക്കകത്ത് ദൈവം ഒരു യാത്ര എഴുതിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അത് വ്യക്തമായി പറയുന്നു. നിന്റെ ബോണുകളുടെ അകത്ത് ദൈവം ഒരു യാത്ര എഴുതിയിട്ടുണ്ട്. മറ്റൊരു രാഷ്ട്രത്തിൻ്റെ നന്മ അതിൽ കയറണമെന്ന് തമ്പുരാൻ കുറിച്ചിട്ടിട്ടുണ്ട്. ഇന്ന് ഉണങ്ങിക്കിടന്നാലും ദൈവം അതിലേക്ക് നിന്നെ പിടിച്ചെഴുന്നേപ്പിക്കും. റാമന ജഗതുൽ ബലഗസ് കൗഡജാല രഹസ്യകതൽ ഖനാഥന. തീർന്നില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാ ഇവിടെ നിന്നുകൊണ്ട്. ആമേൻ. പോകുന്ന വഴിയിൽ 16,000 പേര് ആക്രമിക്കാൻ വേണ്ടി വരിക ഒരു ദൈവദാസൻ്റെ നേരെ. അവൻ്റെ പേര് ശിംശോൻ എന്ന. 6,000 എണ്ണത്തെ വെട്ടി വീഴ്ത്താൻ പോയാൽ ഏത് വാളിൻ്റെയും മൂർച്ച പോകുമോ? പറഞ്ഞേ. ഒരു തോക്ക് കൊണ്ടും ഇത്ര എണ്ണത്തെ വെടിവെച്ച് വീഴ്ത്താൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. ഒരു ടാങ്കർ കൊണ്ടും പറ്റത്തില്ല. ഒരു ബോംബ് കൊണ്ടും ഇത്ര എണ്ണത്തെ ഒരുമിച്ച് കൊല്ലാൻ പറ്റത്തില്ല. അങ്ങനാണെങ്കിൽ വാഗ്ദത്തമുള്ളവൻ്റെ നേരെ അലറിയെടുക്കുന്ന ഈ വല്ലാത്ത ദുഷ്ടപ്പടയെ സംഹരിക്കേണ്ടതിന് ദൈവം തന്നെ ഒരു മാരകായുധം തരണം. ദൈവം തന്നെ ഒരു മാരകായുധം തരണം. ആ പെരുവഴിയിൽ ശിംശോൻ എന്ന അഭിഷക്തൻ്റെ കയ്യിൽ അവൻ്റെ കൈപ്പാങ്ങിന് ദൈവം ഒരു ആയുധം വെച്ചു കൊടുത്തു. അതൊരു കഴുതയുടെ പച്ച താടിയല്ലായിരുന്നു. അവൻ അതുകൊണ്ടൊരു യുദ്ധം അങ്ങോട്ട് തുടങ്ങി. ആദ്യത്തെ 1500 എണ്ണത്തെ തല്ലിക്കൊന്ന് അവശമാക്കി. രണ്ടാമത്തെ അടുത്ത ഗ്രൂപ്പിനെ അവൻ വേട്ടയാടി. അന്നേരത്തിന് ബാക്കിയുള്ളവന്മാർ ഓടിക്കളഞ്ഞു. 3000 എണ്ണത്തെ കുന്ന് രണ്ടെന്ന് പറഞ്ഞ് അവൻ ആ പെരുവഴിയിൽ വകവരുത്തി. എൻ്റെ ചോദ്യം, ഈ നിലയിലൊരു അഭിഷക്തനെ പോരാടാൻ പര്യാപ്തമാക്കിയത് എന്താണ്? ഒരു കഴുതയുടെ അസ്ഥിക്കകത്ത് ദൈവം എഴുതിയ നീ ഒരു യുദ്ധം ചെയ്യണമെന്നുള്ള വാഗ്ദത്തം, അത് ഞാൻ ഇന്ന് മകളുടെ വിളംബരം ചെയ്യുന്നു. ചിലത് ദൈവം എഴുതിയിട്ടുണ്ട് നിന്റെ ബോണുകളുടെ അകത്ത്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നീ ചിലത് ചെയ്യുമെന്ന്. ഈ നാളുകളിൽ ദൈവം നിന്നെ ചിലതാക്കി രൂപാന്തരപ്പെടുത്തുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ പിറവിയെടുക്കുവാനുള്ള നേരമായിട്ടുണ്ട്. ഇനി ആ 2 കൈകളും ദൈവത്തിൽ നിന്ന് മലർത്തി പിടിച്ചേ. നമ്മുടെ കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ ആണി കയറിയ ഭാഗം നിങ്ങളുടെ മറ്റേ കൈ കൊണ്ടൊന്ന് ബലമായിട്ട് തൊട്ടേ. യെസ് ലോർഡ്. 1 മിനിറ്റ് അസ്ഥികൾ തമ്മിലൊന്ന് ബന്ധപ്പെടട്ടെ. തൊട്ടൊന്ന് പ്രാർത്ഥിച്ചേ. യെസ്. നിങ്ങളുടെ തോളിൽ നിന്ന് തൊട്ടേ. വെറും മാംസത്തെ അല്ല തൊടേണ്ടത്, അമർത്തി തൊടണം. ആ 2 തുടയെല്ലുകളെ ഒന്ന് തൊട്ടേ. കാൽമുട്ടുകളെ ഒന്ന് തൊട്ടേ. യേശുവിൻ്റെ കാലുകളിൽ ആണി കയറിയ ഭാഗം ഒന്ന് തൊട്ടേ. യെസ്. നിങ്ങളുടെ നടുവിനെ ഒന്ന് തൊട്ടേ. അതിൻ്റെ ഓരോ കശേരുക്കളിലും ബലമായിട്ടൊന്ന് സ്പർശിച്ചേ. ഒന്ന് ടച്ച് ചെയ്ത് പോയി. ഇനി ആ കൈ കൊണ്ട് ആ വാരിയെല്ലുകളെ ഒന്ന് തൊട്ടേ. ഓ ജീസസ്. ആ നെഞ്ചിൻ്റെ എല്ലും കൂടിനെ ഒന്ന് തൊട്ടേ. ഓ ജീസസ്. ആ കഴുത്തിൻ്റെ പുറകിലെ എല്ലിനെ ഒന്ന് തൊട്ടേ. ഈ താടിയെല്ലിനെ ഒന്ന് തൊട്ടേ. ആഹാ. തലയൊന്ന് തൊട്ടേ. നെറ്റിത്തടത്തെ ഒന്ന് തൊട്ടേ. ഇനി ഒന്ന് പറഞ്ഞേ. ഇവിടെ എല്ലാം എഴുതപ്പെട്ട് കിടപ്പുണ്ട് വാഗ്ദത്തങ്ങൾ. തുറന്നു വരട്ടെ, തുറന്നു വരട്ടെ. ഇതിൻ്റെ അകത്തൊരു അഭിഷേകമുണ്ട്, അത് തുറന്നു വരട്ടെ. പറഞ്ഞ ഇതിൻ്റെ അകത്തൊരു അഭിഷേകമുണ്ട്, അത് തുറന്നു വരട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചേ. ഇനി കർത്താവിനോടൊന്ന് പറഞ്ഞേ, യേശുവേ എൻ്റെ അസ്ഥികളൊന്ന് ഉല്ലസിക്കട്ടെ. ആത്മാവിൻ്റെ ഒരു ആനന്ദം നിൻ്റെ അകത്തുണ്ട്. നിന്റെ എല്ലുകൾക്കകത്ത് ദൈവം എഴുതിയതിൻ്റെ മേലെ ആ സന്തോഷം കയറണം. ഓ ജീസസ്.
ബോഡിക്കകത്തു നിന്നൊരു ആനന്ദം ഇറങ്ങി വരണം. മജ്ജയ്ക്കകത്ത് ദൈവത്തിന്റെ സ്തുതി കിടപ്പുണ്ട്. റമന ലിഗംധിനി റമസ്പിരിയാംധന. ഏലീശായുടെ അസ്ഥിക്കകത്ത് ഉണങ്ങാത്ത വാഗ്ദത്തം അവശേഷിച്ച പോലെ ജെറമ്യാവിന്റെ അസ്ഥിക്കകത്ത് ദൈവത്തിന്റെ അഗ്നി കത്തിക്കയറിക്കൊണ്ടിരുന്നത് പോലെ താഴ്വരയിലെ അസ്ഥികളുടെ അകത്ത് ദൈവത്തിന്റെ അഭിഷേകം അവശേഷിച്ചിരുന്നത് പോലെ യേശുവിന്റെ അസ്ഥിക്കകത്ത് ആരെ കൊണ്ട് ഒടിക്കാൻ പറ്റത്തില്ല എന്നുള്ള കരുത്തു ദൈവം എഴുതി നിക്ഷേപിച്ച പോലെ, ജോസഫിന്റെ അസ്ഥിക്കകത്ത് മരിച്ചിട്ടും അടുത്ത ദേശത്തേക്കുള്ള കടല് കടന്നുള്ള യാത്ര ദൈവം എഴുതി വെച്ച പോലെ നിന്റെ ബോണുകളുടെ അകത്ത് ദൈവം എഴുതി നിക്ഷേപിച്ച എന്തോ ഒരു രഹസ്യം ഇരിപ്പുണ്ട്. അതിനെ ഒന്ന് തുറന്ന് പ്രാർത്ഥിച്ചേ. അതിനൊന്ന് തുറന്ന് പ്രാർത്ഥിച്ചേ. നിജു ബ്രദറെ, ഒന്നെൻ്റെ അടുക്കലേക്ക് വരൂ. ഞാൻ നിങ്ങളുടെ തോളിൽ ഒന്ന് അമർത്തി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്തോ മുമ്പിലോ പുറകിലോ നിൽക്കുന്ന വ്യക്തിയെ ഈ നിലയിൽ ഒന്ന് തൊട്ടേ. എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. എന്താണോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് പ്രേരണ കിട്ടുന്നത് അതങ്ങ് പ്രാർത്ഥിച്ചു. അവരുടെ അസ്ഥികളുടെ അകത്ത് ദൈവത്തിൻ്റെ ജീവന്റെ അതിശക്തമായൊരു പ്രവാഹം, ഇന്ന് വരെ കാണാത്ത, വെളിയിൽ വരാതെ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നൊരു വാഗ്ദത്തം, അത് പുറത്തിറങ്ങി വരട്ടെ. അത് പുറത്തിറങ്ങി വരട്ടെ. ബന്ധനമില്ലാത്ത ജീവിതം, അത് പറഞ്ഞു പ്രാർത്ഥിച്ചേ. ബന്ധനമില്ലാത്ത ജീവിതം, ഒടിയേലാത്ത അനുഗ്രഹം, അത് പറഞ്ഞേ. ഒടിയുവേലാത്ത അനുഗ്രഹം, പിടിച്ച് കെട്ടാൻ പറ്റാത്ത ഭാവി, ദൈവത്തിന്റെ ജീവന്റെ അഭിഷേകം അതീ നിമിഷം എൻ്റെ ബോണുകളിൽ നിന്ന് ഹൗവ ആദാമിൽ നിറങ്ങിയ പോലെ ഇപ്പോൾ പുറത്തിറങ്ങി വരട്ടെ. ഒരു സെക്കൻഡ് നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിച്ചേ. ആ ശരീരത്തെ കുറെ നാളുകളായിട്ടിരിക്കുന്ന വേദനകളോട് പറഞ്ഞേരെ ഗുഡ് ബൈ എന്ന് പറഞ്ഞേരെ. നീർക്കെട്ടുകളോട് പറഞ്ഞേരെ ഗുഡ് ബൈ. ഏത് രീതിയിലുള്ള രോഗമായാലും അതിനോട് ഗുഡ് ബൈ പറഞ്ഞു വിട്ടേരെ. വിട്ടേരെ. നിന്റെ മേലൊരു അന്ധകാര ബന്ധനം ഇരിക്കുന്നതായിട്ട് നിനക്ക് സംശയമുണ്ടെങ്കിൽ ഈ സെക്കൻഡിൽ അതിനോട് പറഞ്ഞേരെ, എൻ്റെ ശരീരത്തൊന്ന് പൊക്കോളാൻ. നിങ്ങൾ ശാസിച്ചാൽ നിങ്ങളുടെ ദേഹത്തെ ഭൂതം പോവും. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, ഇനി ഇരിപ്പില്ല, പൊക്കോ എന്ന് പറഞ്ഞാൽ മതി, അത് പൊക്കോളൂ. ഇന്ന് വരെ തൊട്ടതൊക്കെ തോറ്റിട്ട് വന്നവരെല്ലാം ആ കൈ ഒന്ന് പൊക്കി പിടിച്ചേ. ഇനി പുതുതിലേക്ക് കൈ വെക്കുന്നെങ്കിൽ അത് ജയമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഈ കൈ യേശുവിൻ്റെ കൈയല്ലേ? ഈ അസ്ഥി യേശുവിൻ്റെ അസ്ഥിയല്ലേ? നീ യേശുവിൻ്റെ ബോഡി പാർട്ടല്ലേ? ആണോ? ആണെങ്കിലാണെന്ന് പറ. അങ്ങനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ധൈര്യത്തോടെ പറ. ഇനി മേലാൽ ആ പഴയ തകർച്ചയില്ല. ആ പഴയ തകർച്ചയില്ല. ഇനി കയ്യിലിരിക്കുന്ന പേഴ്സ് ഒന്ന് എടുത്തേ. അതിനെ ശരിക്കും ഒന്ന് സ്പർശിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ച് അവിടെ നിന്നുകൊണ്ട് ആ ഫിനാൻഷ്യൽ മേഖലയെ ഒന്ന് ടച്ച് ചെയ്ത് പ്രാർത്ഥിച്ചേ. ദൈവത്തിൻ്റെ ജീവൻ അതിലോട്ടൊന്ന് കയറട്ടെ. കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് എടുത്തേ. അതിൻ്റെ മേലൊരു യാത്ര വെളിപ്പെടട്ടെ. ആമേൻ. കയ്യിലിരിക്കുന്ന താക്കോലെടുത്തേ വീടിൻ്റെ, അതിനകത്തൊരു ദൈവത്തിൻ്റെ ജീവൻ ചലിക്കട്ടെ. എവിടെയാ ചലനം ഉണ്ടാകേണ്ടത് അത് തീരുമാനിച്ചത് പൊട്ടിച്ചിങ്ങെടുക്ക. ഇനി ദാരിദ്ര്യം എന്ന് പറഞ്ഞേക്കരുത്, ഇനി ഇല്ലെന്ന് പറഞ്ഞേക്കരുത്. ഒരു 3-4 മിനിറ്റ്
പവർഫുൾ ആയിട്ടൊന്ന് പ്രാർത്ഥിച്ചേ. കമോൺ 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 കമോൺ. ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ചേ. നിനക്കുള്ള ബലത്തിലൊന്ന് പ്രാർത്ഥിച്ചേ. ഉള്ള ബലം ആഞ്ഞെടുത്തൊന്ന് പ്രാർത്ഥിച്ചേ. യെസ് 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 യെസ്. ഉള്ള ശക്തിയിൽ ശരിക്കും പ്രാർത്ഥിച്ചു കയറ. Yes, 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 yes. കർത്താവ് എന്നോട് ഇങ്ങനെ പറയുന്നു, ഈ ചില തർക്കങ്ങളുമായി കിടക്കുന്ന വിഷയം, അതിൻ്റെ മേലൊരു വിടുതൽ തരാൻ പോകുകയാണ്. അത് ഫാമിലി പ്രോബ്ലം ആകാം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ എതിർക്കുന്ന ചില വ്യക്തികളാകാം, അല്ലെങ്കിൽ കേസ് ആകാം. ആ വിഷയത്തിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന കലഹത്തിൻ്റെ ആത്മാവിനെ നിൻ്റെ എല്ലിൻ്റെ ബലം കൊണ്ട് ഞെരിച്ചൊതുക്കി കളയണം. അതിനെ പിടിച്ച് ഉടച്ച് കളഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ആ നിലയിലുള്ള ആ വിഷയങ്ങളൊന്ന് അഴിഞ്ഞു പോട്ടെ. അതിനെ അമർച്ച ചെയ്ത് പ്രാർത്ഥിച്ചേ. ശരിക്കും കഴിഞ്ഞ 3 വർഷത്തിലധികമായി ചെയ്യുന്ന ഒരു കാര്യത്തിലും രക്ഷപ്പെടുത്താതെ ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന് കയറി വരും. ആ പ്രശ്നത്തിലേക്ക് പിന്നെ നോക്കും. മുൻപിലുള്ള നന്മയിലേക്ക് നോക്കാൻ പറ്റാതെ ഇങ്ങനെ ലൈഫിനെ ഒരു വല്ലാത്ത ദുരിതത്തിൽ ഇങ്ങനെ കറക്കി ഇട്ടുകൊണ്ടിരിക്കുന്ന ആ ദുഷ്ടവ്യൂഹം ഇന്ന് പകൽ ബന്ധിക്കപ്പെട്ടു പോട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് പൊട്ടി തകർന്നു പോകട്ടെ. കഠോരമായ ചില തടസ്സങ്ങൾ ജീവിതം വിട്ടിറങ്ങിപ്പോട്ടെ. ഞരമ്പ് ചിലരുടെ മേൽ വരട്ടെ. മാംസം ചിലതിന് മേൽ വരട്ടെ. ത്വക്ക് ചിലരുടെ മേൽ വരട്ടെ. സ്പിരിറ്റ് ഓഫ് ഫിയർ മാറിപ്പോട്ടെ. ഭയം മാറിപ്പോട്ടെ. ആത്മവിശ്വാസം ഇല്ലായ്മ മാറിപ്പോട്ടെ. ഞാൻ തൊടുന്നത് ഒരു ഭയങ്കര അനുഗ്രഹമായിട്ട് മാറുമെന്നുള്ള ഒരു ഭയങ്കര ധൈര്യം, ദൈവത്തിന്റെ ധൈര്യം ഞാൻ നിങ്ങളിലേക്ക് പകരുന്നു. ഉജ്ജ്വലമായൊരു വിജയം യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ വെക്കുന്നു. പിതാവേ, ഈ വചനത്തിന്റെ ശക്തിയിൽ അങ്ങയുടെ പ്രിയ മക്കളെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അസ്ഥികൾ സംസാരിക്കും. അസ്ഥികൾ വാഗ്ദത്തത്തെക്കുറിച്ച് പറയും. അത് യാത്ര ചെയ്യും. വെറും മാംസപിണ്ഡങ്ങളല്ല, ദൈവത്തിൻ്റെ സ്കെൽട്ടനാണ്. ദൈവമാണിത് പണിതിട്ടത്. അങ്ങോടിച്ച അസ്ഥികൾ ഉല്ലസിക്കുമാറാകട്ടെ. ദൈവം എഴുതിയ ചില പ്രമാണങ്ങൾ, അദൃശ്യ നിയമങ്ങൾ ഇവരുടെ മജ്ജയ്ക്കകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. പുറത്തു വരാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന വിധത്തിൽ ചിലത് ഇവരുടെ അകത്ത് തുടിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഈ മണിക്കൂർ തീരുന്നതിന് മുൻപ്, ഇന്ന് 2 മണിയാകുന്നതിന് മുൻപ് തന്നെ അത് യേശുവിന്റെ നാമത്തിൽ ഇവരുടെ ലൈഫിന്റെ മേൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുമാറാകട്ടെ. ഈ അവറിൽ തന്നെ
അത് ഇവരുടെ ലൈഫിൻ്റെ മേൽ വെളിപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത് അടുത്ത രാജ്യത്ത് ഓപ്പൺ ആകേണ്ടതാണെങ്കിൽ അടുത്ത രാജ്യത്ത്, അല്ല ഇവിടെ വെച്ച് വെളിപ്പെടേണ്ടതാണെങ്കിൽ ഇവിടെ വെച്ച്, ഈ നിമിഷം നടക്കേണ്ടതാണെങ്കിൽ അത് റൈറ്റ് നൗ, ഈ ടൈമിൽ തന്നെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. Hallelujah, Jesus. Hallelujah, Jesus. Hallelujah, Jesus. യേശുവിൻ നാമത്തിൽ തന്നെ. Amen. ആമേൻ, ആമേൻ, ആമേൻ. നാം കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വിതയ്ക്കാൻ പോകുകയാണ്. നന്മകളെ കരങ്ങളിലേക്ക് എടുത്തേ. റമാന സഗതുലിജാലനഗശകസ്മന